ഹേ ഗായ്സ്, സ്വാട്ട് സ്റ്റുഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്ന ഇറ്റ്സ് ആൻ ആപ്പിൾ എന്ന് പറയുന്ന ആപ്പിൾ റെൻഡർ പ്ലാനിങ് തൊട്ട് ഫൈനൽ ഔട്ട് വരെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ആശയവും ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു, പിന്നീട് ലേ ഔട്ട് ആൻഡ് പ്രൊസീജിയറൽ ടെക്സ്ചറിങ്, ഇത്രയും ഭാഗങ്ങളാണ് പാർട്ട് 1 ഞാൻ കവർ ചെയ്യുന്നത്. ആൻഡ് ഇതൊരു ലൈവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ അല്ല, ഇത് ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോനെ ഞാൻ എങ്ങനെ ഓരോ ഭാഗങ്ങളെടുത്ത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിന് എന്നാൽ കഴിയും വിധം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. സോ പ്ലാനിങ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് വരുന്ന കാര്യം നമ്മൾ കോമ്പോസിഷൻ, ഫ്രെയിമിങ്, ലൈറ്റിങ്ങിൻ്റെ സ്റ്റഡി, ടെക്സ്ചർ റെഫറൻസുകളുടെ സ്റ്റഡി, ഇതെല്ലാമാണ് ഫസ്റ്റ് ഒരു പ്ലാനിങ്ങിൽ വരുന്നത്. അതായത് ഫസ്റ്റ് ലേ ഔട്ട് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ റെഫറൻസുകൾ എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ശരിക്കും റെഫറൻസുകളിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു കോമ്പോസിഷൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, ഈ ഒരു ലൈറ്റിംഗ് നമുക്ക് എടുക്കാം, ടെക്സ്ചറുകളുടെ ഇന്ന വേരിയേഷൻസ് നമുക്ക് എടുക്കാം എന്നുള്ളതെല്ലാം മാക്സിമം റെഫറൻസുകളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ മൈൻഡിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ടാവും. സോ മാക്സിമം റെഫറൻസുകൾ നമ്മൾ ഈ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ഐഡിയാസ് വരും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈറ്റിങ്ങും ക്യാമറ ഫ്രെയിമിങ്ങും കോമ്പോസിഷനും മാത്രമാണ് സംസാരിക്കുന്നത്. ടെക്സ്ചറിൻ്റെ റെഫറൻസ് നമുക്ക് ലുക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ പറയാം. സോ കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സെയിം ഈ കോമ്പോസിഷൻ തന്നെ എടുക്കാനാണ് തീരുമാനിച്ചത്. ബിക്കോസ് ഇതൊരു നല്ല കോമ്പോസിഷനാണ്, റൂൾ ഓഫ് തേർഡ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള നല്ലൊരു കോമ്പോസിഷനാണ്. ആൻഡ് ലൈറ്റിംഗ് സ്റ്റഡി ചെയ്യുമ്പോഴത്തേനും ഇതിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊരു സിംഗിൾ ടോപ്പിൽ നിന്നുള്ളൊരു ലൈറ്റ് മാത്രമാണ്. പക്ഷേ ഒന്ന് ഷാഡോയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആപ്പിളിൻ്റെ തൊട്ട് താഴെ ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള കോർ ഷാഡോ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മുമ്പിലേക്ക് പോന്നേക്കുന്ന വേറൊരു ഷാഡോ ഉണ്ട്. സോ ഈ ഷാഡോയുടെ ഡിഫറൻസ് ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലൈറ്റ്സ് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഈ ഡാർക്ക് ഷാഡോ ഉണ്ടാക്കുന്നത് ടോപ്പിൽ നിന്നുള്ള ലൈറ്റാണ്. ഈ ഷാഡോ ഇത്ര ഡാർക്ക് ആവുന്നത് ആ ടോപ്പിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അത്ര കൂടുന്നതുകൊണ്ടാണ്. ഇൻറ്റൻസിറ്റി കൂടുന്തോറും ഷാഡോ ഡാർക്ക് ആവും. സോ ഇതാണ് ഈ കോമ്പോസിഷനിലെ മെയിൻ കീ ലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാക്കിലാണ്. അതുകൊണ്ടാണ് ആപ്പിളിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഷാഡോ വന്നിരിക്കുന്നത്. ഈ ആപ്പിളിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ലൈറ്റ് വെച്ചിരിക്കുന്നത്. ആ ലൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ ആപ്പിളിൻ്റെ ബാക്കിലുള്ള വാട്ടർ ഡ്രോപ്സിൽ സ്പെക്കുലേഴ്സ് വരുന്നതും താഴെ ഈ ഭാഗത്ത് കാണുന്ന വാട്ടർ ഡ്രോപ്സിലെ സ്പെക്കുലർ ഹൈലൈറ്റും ഈ ലൈറ്റ് കൊണ്ടാണ്. പിന്നീട് നമ്മൾ ഈ ഭാഗത്തെ വാട്ടർ ഡ്രോപ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ രണ്ട് സ്പെക്കുലർ ഹൈലൈറ്റ്സ് ഉണ്ട്. അത് ഒന്ന് ബാക്കിലെ ലൈറ്റും ഒന്ന് ആ കീ ലൈറ്റുമാണ്. സോ ഇതാണ് ലൈറ്റിംഗ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിങ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ആക്ച്വലി ഇതൊരു ഫോട്ടോഗ്രാഫാണ്. സോ നമ്മൾ മായയിൽ ഇത് ചെയ്യുമ്പോഴും സെയിം ആ ഫോട്ടോഗ്രാഫിക് പ്രിൻസിപ്പിൾസ് തന്നെ, അതായത് ഏത് ക്യാമറയാണ് യൂസ് ചെയ്ത് ആ ക്യാമറയുടെ ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ സെയിം ഇൻഫർമേഷൻ യൂസ് ചെയ്ത് അങ്ങനെ ഒരു ക്യാമറ മായയിൽ ക്രിയേറ്റ് ചെയ്യുക. സെയിം ലെൻസ് ആണെങ്കിൽ ലെൻസിൻ്റെ ഏതാണ് ഫോക്കൽ ലെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സെയിം തിങ്സ് മായയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത് ജസ്റ്റ് നെറ്റിൽ നിന്ന് എടുത്തൊരു ഇമേജ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളൊരു ഇന്നതായിരിക്കും ഇതിൻ്റെ സെറ്റിങ്സ് എന്നുള്ളത് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുക. സോ ഞാൻ ഓൾറെഡി ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്നതായിരിക്കും കാര്യങ്ങൾ. അങ്ങനെ ഒരു പ്ലാനിങ് ആണ് ക്യാമറ സെറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നോക്കുക എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഫ്രെയിമിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും ജസ്റ്റ് ക്യാമറ ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രെയിം അല്ലെങ്കിൽ ക്രോപ്പ് ഫ്രെയിം, ഇങ്ങനെ രണ്ട് ടൈപ്പ് ക്യാമറകളുണ്ട്, അതിലേതെങ്കിലും ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയായാലും മായിൽ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ഫ്രെയിം സെറ്റിങ്സിലായിരിക്കും യൂസ് ചെയ്യുക. കാരണം നമുക്കറിയില്ല ക്യാമറയുടെ സെറ്റിങ്സ് എന്താണ്. പിന്നീട് രണ്ടാമത് വരുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത്തിലേക്ക് പോണേക്കുമ്പോൾ നമുക്ക് ക്യാമറയുടെ പൊസിഷൻ ഒന്ന് നോക്കാം. ക്യാമറയുടെ പൊസിഷൻ പറയുമ്പോഴത്തേനും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്പിളിൻ്റെ ടോപ്പ് പാർട്ട് നമുക്ക് കാണാം, വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാമറ ആപ്പിളിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിലാണ് ഇരിക്കുന്നുള്ളത് ക്ലിയറാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത്തിലേക്ക് വരുമ്പോഴത്തേനും ഇതിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ഭയങ്കര ചെറുതാണ്. ഇതിൻ്റെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്പിളിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇത്തിരി ഭാഗം മാത്രമേ ശരിക്ക് ക്ലിയർലി ഫോക്കസിലുള്ളൂ. അതിൽ നിന്ന് തൊട്ട് പുറകിൽ വരുമ്പോഴത്തേനും എല്ലാം ഔട്ട് ഓഫ് ഫോക്കസാണ്. ആപ്പിൾ എന്ന് പറയുന്നത് ആകെ ഒരു 10 സെൻറ്റിമീറ്ററിൽ താഴെ വലിപ്പം ഉള്ളൊരു ഒബ്ജക്റ്റാണ്. അതിൽ തന്നെ ഫോക്കസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ
4 സെൻറ്റിമീറ്ററിനുള്ളിൽ ഫോക്കസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ അപ്പർച്ചർ എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്തിട്ടുണ്ടാകും. അതായത് ടെലിഫോട്ടോ ലെൻസസിൽ ഇങ്ങനൊരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് നോർമലാണ് ഹൈ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യുമ്പോൾ. അതായത് 100 മേലെ 250 അങ്ങനെയുള്ള ഫോക്കൽ ലെങ്ത്തുകൾ യൂസ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഡെപ്ത് ഓഫ് ഫീൽഡ് ഭയങ്കരമായിട്ട് ചെറുതാവും. സോ ഒന്നില്ലെങ്കിൽ ഹൈ അപ്പർച്ചർ യൂസ് ചെയ്തിട്ടുണ്ടാവാം, അതായത് f2.8 1.8 അങ്ങനെയുള്ള ഭയങ്കര വലിയതായിട്ടുള്ള അപ്പർച്ചറുകൾ ഉള്ള ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ലോങ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ അപ്പർച്ചർ നമുക്ക് ഒരിക്കലും മായയിൽ വർക്ക് ചെയ്യില്ല. അതായത് അപ്പർച്ചർ മായയിൽ ഉള്ളത് ഡെപ്ത് ഓഫ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ നമുക്ക് അപ്പർച്ചർ എന്നുള്ള ഇത് ഇപ്പം നോക്കുന്നില്ല, അതായത് അത് നമുക്ക് വിടാം. അത് നമ്മൾ ഓൾറെഡി കോംബ് ചെയ്യുമ്പോൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ മായയിൽ നിന്ന് ഡെപ്ത് ഓഫ് ഫീൽഡ് വഴി റെൻഡർ എടുക്കുമ്പോഴത്തേനും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എത്ര ഡെപ്ത് ഓഫ് ഫീൽഡ് വേണമെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മായയിൽ ചെയ്യാമെന്നുള്ളൂ. അതിന് അപ്പർച്ചറിൻ്റെ വാല്യൂ ഇത്ര തന്നെ വേണമെന്നുള്ളത്, അതായത് f2.8 f1.8 എന്നുള്ള വാല്യൂസ് മായയിൽ ഇല്ല. മായയിൽ ജസ്റ്റ് ഒരു സ്ലൈഡറാണ് 0 to 1 ഡെപ്ത് ഓഫ് ഫീൽഡിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. സോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടെ. പിന്നെ ഫോക്കൽ ലെങ്ത്. സോ എന്തായാലും ഒരു 100 മേലുള്ള ഫോക്കൽ ലെങ്ത് വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഐഡിയ. കാരണം ഇവിടെ വാട്ടർ ഡ്രോപ്സ് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇതെല്ലാം ഭയങ്കര ഈ ഗ്രൗണ്ടിൻ്റെ ലെങ്ത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിന് ശരിക്കും ഇതിൽ നല്ലൊരു ലെങ്ത്ത് ഉണ്ടാവാം, എന്നാലും ആ ഒരു ഹയർ ലെങ്ത്തിൻ്റെ ഇതുകൊണ്ട് നമുക്കിത് ഭയങ്കര അടുത്തുള്ളതായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ ഈ 2 ഫാക്ടർ വെച്ചിട്ടാണ് ഇങ്ങനൊരു അസംഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഫ്രെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഫോക്കൽ ലെങ്ത്തിലും ഇതാണ് ഫസ്റ്റത്തെ പ്ലാനിങ്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ലേ ഔട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിൽ ഞാൻ മോഡലിങ്ങിൽ അത്ര ഉള്ള ആളല്ല. എൻ്റെ സ്പെഷ്യലൈസേഷൻ ലൈറ്റിംഗ് ആൻഡ് ലുക്ക് ഡെവലപ്മെൻ്റ് ആണ്. സോ എനിക്കെന്തായാലും മോഡൽ ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഓൾറെഡി എനിക്ക് ഒരു സൈറ്റ് അറിയാം. അതിലൊരു 3D മോഡൽ, ഒരു ഫ്രൂട്ട് ബോൾ ചലഞ്ച് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു ആപ്പിൾ ഞാൻ പ്രൊസീജിയറലി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ആപ്പിൾ 3D മോഡൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. ആ ഒരു ആപ്പിൾ തന്നെ ഇതിൽ യൂസ് ചെയ്യാനാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത്. പിന്നെ രണ്ടാമത് വരുന്ന കാര്യം ഗ്രൗണ്ട് സിമ്പിളായിട്ട് പ്ലെയിൻ വെച്ച് മോഡൽ ചെയ്യാം. പിന്നത്തെ മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വാട്ടർ ഡ്രോപ്സ്. സോ മായയിൽ തന്നെ മാഷ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉപയോഗിച്ചിട്ട് വാട്ടർ ഡ്രോപ്സിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതായത് ഓൾറെഡി എൻ്റെ ഒരു പ്രീവിയസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നു എനിക്ക്. അതിൽ വെച്ചിട്ട് ഒബ്ജക്റ്റിൻ്റെ മേത്ത് വാട്ടർ ഡ്രോപ്സിൻ്റെ മെഷ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സ്ക്രിപ്റ്റ്. പക്ഷേ ഫുള്ള് മെഷ് ആയിട്ട് തന്നെ ഈ വാട്ടർ ഡ്രോപ്സ് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീൻ ഭയങ്കര ഹെവിയാവും. സോ റെൻഡർ ടൈമിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ആൻഡ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആ സ്ക്രിപ്റ്റ് വെച്ച് തന്നെ വാട്ടർ ഡ്രോപ്സ് ജനറേറ്റ് ചെയ്തിട്ട് അത് തന്നെ യൂസ് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പിന്നീട് അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സും അല്ല. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഈ വാട്ടർ ഡ്രോപ്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ചേഞ്ച് വല്ലതും വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനത് ഫുള്ള് കളഞ്ഞിട്ട് രണ്ടാമത് റീജനറേറ്റ് ചെയ്യണം, ഒന്നും കൂടി സ്ക്രിപ്റ്റ് റൺ ചെയ്യണം. അതിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾക്ക് ഇങ്ങനെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ്സായി. പക്ഷേ മാഷ് പ്ലഗിൻ വെച്ചിട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കൺട്രോൾ എനിക്ക് കിട്ടും. ഇതിപ്പോൾ ചെറിയൊരു പോയിൻറ്റ്സ് വല്ലതും ചെറുതായിട്ടൊന്ന് മാറ്റണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്, ഈസിയാണ്. സോ അത് ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് എനിക്ക് സീൻ ഹെവി ആവില്ല, റെൻഡർ ടൈമും കുറച്ചും കൂടി ലാഭിക്കാം എന്നുള്ള പ്ലാനിലാണ് മാഷ് യൂസ് ചെയ്യാന്നുള്ള ഫൈനൽ പാർട്ടിലെത്തിയത്. ഇത്രയുമാണ് നമ്മൾ പ്ലാനിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് 2 സൈറ്റുകൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് 3drender.com. ഇതിൽ ലൈറ്റിംഗ് ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കുറേ മോഡൽസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്ത് ലൈറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അതിൽ ഫ്രൂട്ട് ബോൾ ചലഞ്ച് എന്ന് പറയുന്ന ചാലഞ്ചിൽ നിന്നാണ് ഞാൻ ഈ ആപ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ കുറേ അധികം എക്സ്റ്റൻഷൻസ് ലഭ്യമാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്റ്റൻഷൻ എടുക്കാം. സോ ഇതാണ് ഞാൻ ആപ്പിൾ മോഡലായിട്ട് യൂസ് ചെയ്തത്. ഇതിൽ ജസ്റ്റ് മോഡലേ കിട്ടുന്നുള്ളൂ. നമുക്ക് UV മാപ്പിങ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ആൻഡ് രണ്ടാമത്തത് വാട്ടർ ഡ്രോപ്സ് ജനറേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് lesterbanks.com എന്ന് പറയുന്ന സൈറ്റിലാണ് കിട്ടിയത്. ഇവിടെ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ചെറിയൊരു ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. സോ ഈ 2 സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഇനി നമുക്ക് മായയിൽ
എങ്ങനെയാണ് ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മളുടെ ഫ്രൂട്ട് ബോൾ ചാലഞ്ച് ബീൻ സെറ്റപ്പ്. ഇതിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഈ ആപ്പിൾ മാത്രമേ ആവശ്യമുള്ളൂ. ആൻഡ് ഇതിൽ ആപ്പിളിൻ്റെ ലീഫ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ ആപ്പിൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്തേക്കും ഫസ്റ്റ്. സോ ഞാനതൊന്ന് ഗ്രൂപ്പ് ചെയ്യുകയാണ്, Ctrl+G പ്രസ് ചെയ്തിട്ട്. സോ ഇതിൻ്റെ റൊട്ടേഷൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം ഫസ്റ്റ്. ഇതിനെ ഗ്രിഡിലേക്ക് ഒന്ന് വെക്കും. സോ നമുക്ക് ആപ്പിൾ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് തിങ് മായിൽ ലേ ഔട്ടിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, നമ്മളുടെ സെയിം ഇതിൻ്റെ പോലെ. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ സെയിം ഡയമെൻഷൻ ഒന്ന് നോക്കാം. 748 വിഡ്ത്തും 421 പിക്സൽസ് ഹൈറ്റും ഉള്ള ആണ് ഇമേജ്. നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഫൈനലിൽ മാറ്റും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു കോമ്പോസിഷനിലേക്ക് ചേഞ്ച് ആക്കും. പക്ഷേ സ്റ്റാർട്ടിങ് എന്നുള്ള നിലയിൽ നമുക്ക് സെയിം റെസൊല്യൂഷനിൽ തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം, ആ ഒരു കോമ്പോസിഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾക്ക് ഫൈനൽ ഇമേജിൽ അത് ചേഞ്ച് ആക്കാം. ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, ആർണോൾഡ് റെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം റെൻഡറിങ്ങിൻ്റെ ടൈമിൽ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് റെസൊല്യൂഷൻ സെറ്റ് ചെയ്തു. ആൻഡ് ഞാൻ ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്യണം. സോ ഇതാണ് നമ്മളുടെ റെസൊല്യൂഷൻ. ഇനി നമുക്ക് ആപ്പിൾ ആ കോമ്പോസിഷനിലേക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ആ ഇമേജിനെ ഈ ക്യാമറയിലേക്ക് ഇമേജ് പ്ലെയിനിലേക്ക് ലോഡ് ചെയ്യണം. അത് ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വ്യൂവിൽ ഇമേജ് പ്ലെയിനിൽ ഇമ്പോർട്ട് ഇമേജ് കൊടുക്കാം. സോ നമ്മളുടെ ആപ്പിൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആപ്പിളിൻ്റെ ഷേപ്പ് ഒന്ന് ഇത്തിരി വ്യത്യാസമാണ്. അപ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. തൽക്കാലത്തേക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ലേ ഔട്ട് ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം. സോ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ഫോക്കൽ ലെങ്ത് ഒന്ന് ചേഞ്ച് ആക്കുകയാണ്. നമ്മളിതും ഫൈനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം പിന്നീട് മാറും. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ബേസ് ലേ ഔട്ട് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും റിയൽ വേൾഡ് സ്കെയിലിലേക്ക് ഒബ്ജക്റ്റിനെ മാറ്റണം. അപ്പോഴാണ് നമ്മൾ ഷെയ്ഡറിനും ലൈറ്റിങ്ങിൻ്റെ എല്ലാം ആക്യുറസി ഇത്തിരി കൂടി കറക്റ്റ് ആവുള്ളൂ. സോ ആപ്പിളിന് ഒരു ഉദ്ദേശം 5 to 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതൊന്ന് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു സ്കെയിലിലേക്ക് ആപ്പിളിനൊന്ന് മാറ്റണം. സോ ഞാനിവിടെ ഒരു മെഷർ ടൂൾ യൂസ് ചെയ്യാണ്. ഒരു 7.5 വെച്ച് മാറ്റും. ഇതാണ് ആപ്പിളിൻ്റെ ഫിസിക്കലി റിയൽ വേൾഡിലുള്ള സ്കെയില്. സോ അതിൽ നമ്മൾ ആപ്പിളിനെ മാറ്റുകയാണ് ഇപ്പോൾ. സോ ആ സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് ഇനി നമുക്ക് ക്യാമറ ഒന്നും കൂടെ ഇമേജിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് സെറ്റായി. അങ്ങനെ ഇതാണ് ഞാൻ ഫൈനലൈസ് ചെയ്ത ലേ ഔട്ട്, അതായത് ഫൈനലൈസ് ചെയ്ത ലേ ഔട്ടിൻ്റെ ഒരു തുടക്കം. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആപ്പിളിനേക്കാളും ഷേപ്പ് കുറച്ച് വ്യത്യാസമാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് റീമോഡൽ ചെയ്തു. അത് സിമ്പിളായിട്ടാണ്. ഇതിൻ്റെ ആപ്പിളിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഞാൻ എഡ്ജസ് എവിടെയാണോ കുറവ്, നേരത്തെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്കൊന്ന് താഴോട്ട് വരുന്നതോറും ഒന്ന് കോലനാവും. സോ അവിടുത്തെ മെയിൻലി താഴത്തെ എഡ്ജസ് സെലക്ട് ചെയ്തിട്ട് സോഫ്റ്റ് സെലക്ഷൻ ഓണാക്കി ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു.
ഇതാണ് മെയിൻലി ചെയ്തേക്കുന്നത്. അല്ലാതെ ഞാൻ കൂടുതലായിട്ട് എനിക്ക് മോഡലിങ് വലിയ വശമില്ല. സോ ഇത് ഓവറോൾ ഒരു ആക്സിസിൽ മാത്രമല്ല, ഞാൻ 3 ആക്സിസ് ഒരുമിച്ച് സ്കെയിൽ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് എല്ലാ വശത്തുനിന്നും ഒരേപോലെ തന്നെ വരുള്ളൂ. അപ്പോൾ അതാണ് ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഫൈനൽ ചെയ്യാൻ വേണ്ടി ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഫൈനലാക്കിയ ഷേപ്പ്. അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ഡോം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിലൊരു HDRI ജസ്റ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബേസിക് ലുക്ക് ഡെവലപ്മെൻറ്റ് സെറ്റപ്പ് ചെയ്തേക്കാണ്. പിന്നെ ലൈറ്റിൻ്റെ എക്സ്പോഷർ കാലിബ്രേഷൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ള ഗ്രേ ബോൾ, ക്രോം ബോൾ, അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ്, ഇതെല്ലാം ജസ്റ്റ് ബേസിക് സെറ്റപ്പുകളാണ്. ലുക്ക് ഡെവലപ്മെൻറ്റ് HDRI റിഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ട്യൂട്ടോറിയൽ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടുപോയാൽ മതി. ഇതിൻ്റെ ഷെയ്ഡർ ഇതിലൊന്നും വലുതായിട്ട് കാര്യങ്ങളില്ല. ഇതെല്ലാം ചേച്ചി ബേസിക് സെറ്റപ്പുകളാണ് എല്ലാവരും ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ ലേഔട്ടിൻ്റെ സ്റ്റാർട്ടിങ്. ഇത് ഫിക്സ് ആക്കിയത് ഇങ്ങനെയാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ വാട്ടർ ഡ്രോപ്സ് എങ്ങനെയാണ് ഇതിൻ്റെ മെഷീൻ്റെ മേലിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ച വെബ്സൈറ്റിൽ നിന്ന് സ്ക്രിപ്റ്റ് കോപ്പി എടുത്തിട്ട് ഇവിടെ ഓൾറെഡി പൈത്തൺ സ്ക്രിപ്റ്റിലേക്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൺട്രോളെ പ്രസ് ചെയ്തിട്ട് ഇവിടെ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റണ്ണായിട്ട് ഈ ടാബ് വരും. സോ ഇതിലാണ് നമ്മൾ വാട്ടർ ജനറേറ്ററിൻ്റെ സെറ്റിങ്സ്. സോ ഇതിൽ ഫസ്റ്റ് ബേസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒബ്ജക്റ്റിൻ്റെ മേലാണ് വാട്ടർ ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മളുടെ കേസിൽ ഇത് ആപ്പിളാണ്. ആപ്പിൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ സെലക്ട് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം തിക്കി നിറച്ച് ആപ്പിൾ ഡ്രോപ്സ് വരണം, അതിൻ്റെ മിനിമം സൈസ്, അതായത് എന്തോരം ചെറുതായിരിക്കണം ഡ്രോപ്പ്, മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതാവാം. അപ്പോൾ ഈ വേരിയേഷൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പല പല സൈസിൽ ആപ്പിളിൻ്റെ പുറത്ത് ഡ്രോപ്സ് ജനറേറ്റ് ആവും. ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് നിറഞ്ഞ് ഇത് നിൽക്കും. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഒരു സെറ്റിങ്സ് വെച്ചിട്ട് ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ വരുന്നത് നമുക്ക് ആ ഡ്രോപ്പ് ഇഷ്ടമായോ നോക്കുക. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് ജസ്റ്റ് ആ ഡ്രോപ്പിൻ്റെ മെഷ് മാത്രം എടുക്കാനായിരുന്നു. കാരണം നമ്മളൊരിക്കലും മെഷ് വെച്ചിട്ടല്ല ഫൈനൽ ലേഔട്ട് സെറ്റ് ചെയ്തത്, നമ്മൾ മാഷിലാണ് ലേഔട്ട് സെറ്റ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ മെഷ്, വാട്ടർ ഡ്രോപ്സിൻ്റെ മെഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, മോഡൽ ചെയ്യാനുള്ള ചെറിയൊരു മടിയുണ്ട്. ഇതേപോലുള്ള മെഷ് എളുപ്പത്തിൽ ഇത് ജനറേറ്റ് ചെയ്ത് തരുമല്ലോ എന്നുള്ളതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്തിട്ട് ആ ഡ്രോപ്സിൻ്റെ മാത്രം ജസ്റ്റ് കിട്ടാൻ വേണ്ടി. സോ നിങ്ങൾക്കിത് ചെയ്ത് നോക്കണമെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ സെറ്റിങ്സ് എന്ന പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ മേക്ക് ഇറ്റ് റെയിൻ ബേബി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റണ്ണായിട്ട് വാട്ടർ ഡ്രോപ്സ് ജനറേറ്റ് ആവാൻ തുടങ്ങും. സോ സ്ക്രിപ്റ്റ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. സോ ഇതാണ് വാട്ടർ ഡ്രോപ്പ് മെഷേഴ്സ്. ഇതിൽ നിന്ന് നമ്മൾ വേരിയേഷനുള്ള 1-2 മെഷേഴ്സ് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കും. ഇങ്ങനെ ഒരു 4 മെഷ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ മാഷ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് മാഷ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മെഷുകൾ മാത്രം എടുത്തിട്ട് ഷിഫ്റ്റ് പ്രിഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരും. ബാക്കി ആ ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഗ്രിഡിൻ്റെ നടുക്കലേക്കൊന്ന് കൊണ്ടുവരാം. ഇൻസ്റ്റൻസർ ആക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും ഒരേപോലെ ആക്കണം. ഇപ്പോൾ സൈസ് വേരിയേഷൻ ഉണ്ട്. സൈസ് വേരിയേഷൻ നമ്മൾ മാഷിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് സൈസ്, ഇതിൻ്റെ റൊട്ടേഷൻ, ഇത് പലതും പലതരത്തിലാണ്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാം. സോ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി പറയാം. സോ 4 സൈസ് ഓൾമോസ്റ്റ് കറക്റ്റാക്കി, ഷേപ്പ് റൊട്ടേഷനൊക്കെ എല്ലാം ഗ്രിഡിൽ കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിലാക്കി. സോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻസ് ചെയ്യുമ്പോഴത്തേനും സർഫസിൽ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള പൊസിഷനിൽ തന്നെ ഇരിക്കണം. ഇനി ഇത് 4 റെഡിയായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ 4 ഇതിലെല്ലാം വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മോഡിഫൈയിൽ റേസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക, എല്ലാം 0 ആയി. സോ ഇനി നമുക്ക് ആപ്പിളിൻ്റെ പുറത്ത് മാഷ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ചെയ്യേണ്ടത് അനിമേഷനിൽ പോവുക, ഷെൽഫിൽ, അതിൽ മാഷ് എന്ന് പറഞ്ഞ മെനു ഉണ്ട്, അതിൽ ക്രിയേറ്റ് മാഷ് നെറ്റ്വർക്ക് കൊടുക്കുക. അതിൻ്റെ ഓപ്ഷനിൽ പോയി ഇവിടെ മെഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റൻസർ ഉണ്ട്. മെഷ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ
വാട്ടർ ഡ്രോപ്സ് ജനറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മെഷ് തന്നെ ക്രിയേറ്റ് ആവും. ഇൻസ്റ്റൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇൻസ്റ്റൻസേ ക്രിയേറ്റ് ആവുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ക്യാഷ് റെൻഡറിലേക്ക് ലോഡ് ആവില്ല. അപ്പോൾ കുറച്ചും കൂടി ഫയൽ ഹെവി ആവില്ല, റെൻഡറും ഇത്തിരി കൂടി ഫാസ്റ്റ് ആവും. സോ നമുക്ക് ഇതിൽ സെപ്പറേറ്റ് അനിമേഷനോ അല്ലെങ്കിൽ ഫേസ് ഷേപ്പിൻ്റെ ഡിഫോർമേഷനോ അങ്ങനെ അധികം കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഇൻസ്റ്റൻസർ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യം നടക്കും. സോ വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് കൊടുക്കുമ്പോഴത്തേനും ഒരു പേര് കൊടുക്കാം. ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ആൻഡ് ക്ലോസ്. സോ ഇൻസ്റ്റൻസർ ആയിട്ട് ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പം നമുക്കൊരു മാഷ് നെറ്റ്വർക്കും വന്നു, അതിൻ്റെ ഒപ്പം വാട്ടർ ഡ്രോപ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസറും വന്നു. ഈ ഇൻസ്റ്റൻസറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന വാട്ടർ ഡ്രോപ്സ് സെലക്ട് ആയിട്ടുണ്ട്. സോ ഇത് സെലക്ട് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബ്ലാങ്ക് മാഷ് നെറ്റ്വർക്ക് ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരിക. സോ ഇതിൻ്റെ ഒരു ബ്ലാങ്ക് ഇൻസ്റ്റൻസറും വരും. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആവും. സോ രണ്ട് തരത്തിലും ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത് ക്രിയേറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് മാഷ് ഇൻസ്റ്റൻസർ റെഡിയായി. ഇതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വാട്ടർ ഡ്രോപ്സ് 4 എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളിലാണ്. വാട്ടർ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ മാഷിൻ്റെ ഉള്ളിൽ അതിൻ്റെ സെറ്റിങ്സിൽ വാട്ടർ ഡ്രോപ്സ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കൂടും. ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലീനിയർ, റേഡിയൽ, ഈ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചേഞ്ച് ആവും. നമുക്കിവിടെ വേണ്ടത് ഈ ഷേപ്പിലൊന്നുമല്ല, നമുക്ക് ആപ്പിളിൻ്റെ മേലിലാണ് വേണ്ടത്. സോ അതിനുള്ള ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പാണ്. എന്നിട്ട് ഈ ഇൻപുട്ട് മെഷീനിലേക്ക് നമ്മൾ ആപ്പിൾ കണക്ട് ചെയ്ത് കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ട് മിഡിൽ മൗസ് വെച്ച് ക്ലിക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുക. സോ ഈസി ആയിട്ട് ആപ്പിളിൻ്റെ പുറത്ത് മെഷ് ക്രിയേറ്റ് ആയി. ഇനി നമുക്കിവിടെ എണ്ണം കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇത് മൊത്തം പിടിച്ചിട്ട് നമുക്കിവിടെ സ്കെയിൽ ചെയ്യുമ്പോൾ അത് സ്കെയിലാവും. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് തിരിയണമെങ്കിൽ ഇങ്ങനെയാണ് റൊട്ടേഷനെങ്കിൽ നമ്മളുടെ സർഫസിലും അത് അതേപോലെ തന്നെ വരും. സോ ഇത് പ്രോബ്ലം അല്ല. സോ അത് ഒഴിവാക്കാനാണ് നമ്മൾ റൊട്ടേഷനും പൊസിഷനും എല്ലാം കറക്റ്റ് ആക്കുന്നത്. ഇനി അടുത്തത് ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ നമ്മൾ 4 എണ്ണം വേരിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ വന്നിരിക്കുന്ന ഒരേ ഫസ്റ്റത്തെ ആ ഒരു ഡ്രോപ്പ് തന്നെയാണ് ഇതിലെല്ലാത്തിലും വന്നിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഡ്രോപ്പ് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം അതിവിടെ ഇൻസ്റ്റൻസ് ആയിട്ടേ ഇല്ല. സോ ഇവിടുത്തെ നമ്മളുടെ 4 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആകെ ഇൻസ്റ്റൻസിലേക്ക് എടുക്കുന്നത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വാട്ടർ ഡ്രോപ്പ് 98 മാത്രം. അത് മാറ്റിയിട്ട് എല്ലാം ഇൻസ്റ്റൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു നോഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഐ ഡി നോഡ്. ഐ ഡി നോഡ് ആഡ് ചെയ്തിട്ട് ഐ ഡി ടൈപ്പ് ലീനിയർ അല്ല, റാൻഡം കൊടുക്കുക. അപ്പോൾ ഐ ഡി കൗണ്ട് 4 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻസറിൽ നമ്മൾ എത്ര നമ്പർ ഇട്ടിട്ടുണ്ടോ, എത്ര ഒബ്ജക്റ്റിനെ ആഡ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് അവർ ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്ത് 4 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് 4 ഒബ്ജക്റ്റും ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഒബ്ജക്റ്റാണ് അത്. 3ാമത്തെ ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ആയിട്ടുണ്ട്, 4ാമത്തത് ഇൻസ്റ്റൻസ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് റാൻഡം ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ റാൻഡം നോഡ് ആഡ് ചെയ്യും. റാൻഡം നോഡിൽ റൊട്ടേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ സ്കെയിൽ വേരിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകരിക്കും. ഒരു 0.1 വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 0.1 നെഗറ്റീവിലേക്കും 0.1 പോസിറ്റീവിലേക്കും, അതായത് ഈ ഉള്ള സ്കെയിലിനേക്കാൾ 0.1 ചെറിയതും 0.1 വലിയതുമായിട്ടുള്ള സ്കെയിലിൽ ചെയ്യും. ഇനി വേറൊരു നോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോഡ് പ്ലേസർ നോഡ്. സോ പ്ലേസർ നോഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് മാനുവലായിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ കൊളൈഡർ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം ഇത്ര മെഷേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഗ്യാപ്പുകൾ ഉണ്ട് കൂടെ. സോ അവിടെ എല്ലാം മാനുവലി നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തിരി ഗ്യാപ്പ് വിടണം, അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം, ആ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പ്ലേസറിനോട് വെച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. കൂടുതൽ നമുക്ക് മാനുവലി കുറച്ചുകൂടെ കൺട്രോളായി. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊസിഷൻ, ഓരോ ഇൻഡിവിജ്വൽ ഡ്രോപ്സിൻ്റെയും പൊസിഷൻ, റൊട്ടേഷൻ എല്ലാം ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാം. ഒറ്റയ്ക്ക് തനിയെ ഇതിനെ മാറ്റി വയ്ക്കാം. അങ്ങനത്തെ കൺട്രോളെല്ലാം ഉള്ളതുകൊണ്ട് പ്ലേസറിനോട് വളരെ ഹാൻഡ്ലിങ് ഈസിയാണ്. ഞാൻ ഇത്രയും നേരം നമ്മൾ ആട്രിബ്യൂട്ട് എഡിറ്ററിൽ നിന്നാണ് ഇത് കാണിച്ചിരുന്നത്. സോ നമുക്ക് ഇവിടെ മാഷിൻ്റെ ഉള്ളിൽ മാഷ് എഡിറ്റർ കൊടുക്കാം. ഇവിടെയുള്ള ഈ ഐക്കൺസും ഓപ്ഷൻസും തന്നെയാണ് ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൻ്റെ ഉള്ളിലുള്ളത്. സോ രണ്ട് തരത്തിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. മാഷ് എഡിറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഇവിടെ വന്ന് കിടക്കും. സോ എഡിറ്റ് ചെയ്യാൻ എളുപ്പം മാഷ് എഡിറ്റർ വഴിയാണ്. കാരണം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തിടാം. അങ്ങനത്തെ കുറച്ച് ഹാൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ കൺട്രോൾസ് ഇല്ല. സോ നമുക്ക് പ്ലേസർ നോഡിലേക്ക് കിടക്കാം. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക, പ്ലേസർ നോഡ് സെലക്ട് ചെയ്യുക. സോ പ്ലേസർ നോഡ് ആഡ് ആയി. സോ പ്ലേസർ നോഡിൽ ആഡ് ബട്ടൺ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം പ്ലേസർ ഒരു മെഷ് പ്ലേസ് ചെയ്യും. പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻസ്റ്റൻസ് ചെയ്ത പോലെ ഇതിൻ്റെ നോർമലിന് അലൈൻ ആയിട്ടല്ല പ്ലേസ് ആയിരിക്കുന്നത്, ഇത്തിരി റൊട്ടേറ്റഡ് ആണ്. സോ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലേസർ നോഡിൽ എക്സ്ട്രാ മെഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളുടെ കേസിലാണെങ്കിൽ ആപ്പിൾ ഇവിടെ ആഡ് ചെയ്ത് ഇട്ടാൽ ഇത് കുറച്ചും കൂടി അലൈൻഡ് ആയിട്ട് വർക്കാവും. പക്ഷെ എന്നിട്ടും ഇവിടെ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറ്റ് ദ ടൈം എനിക്ക് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഒരു ആൻസർ എന്താണ്. ഇതിൽ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി ഇവിടെ റൊട്ടേഷൻ ടൂൾ ഉണ്ട്, റൊട്ടേഷൻ ടൂൾ സെലക്ട് ചെയ്ത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. സോ ഇതൊരു ഭയങ്കര ലെങ്തി പ്രോസസ്സ് ആവും. പക്ഷേ ആ ഒരു ടൈമിൽ ഇത്തിരി മാഷ് കൈകാര്യം ചെയ്യുന്നത് ഇത്തിരി എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഫുള്ളൊരു 10-200 ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഇരുന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. സോ അന്ന് ഇങ്ങനൊരു ഓപ്ഷനും കിട്ടിയില്ലായിരുന്നു. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എല്ലാ ടൂൾസും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. സോ നമ്മൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ളൊരു വർക്ക് അറൗണ്ട്, അതിനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയല്ലെങ്കിൽ ഇത്തിരി വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും ഇങ്ങനൊരു വർക്ക് അറൗണ്ട് കണ്ടുപിടിച്ചത് വർക്കാവുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് ചെയ്യാനുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രശ്നമില്ലല്ലോ. ജസ്റ്റ് നമുക്ക് റിസൾട്ടാണ് മുഖ്യം. സോ എനിക്കത് വിഷയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ തന്നെ ചെയ്തു വെച്ചു. സോ ഇപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്ലേസറിലും ക്ലിക്ക് ചെയ്യുന്നിടത്തെല്ലാം സെയിം മെഷ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റൻസിൽ. സോ അതിന് ഇവിടെയും നമ്മൾ ID മോഡിൽ റാൻഡം കൊടുത്തിട്ട് പെയിൻ്റ് അടിയിൽ 0 to എത്രയാണ്, അതായത് ഇൻസ്റ്റൻസറിലെ ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന നമ്പറാണ് ഈ ചോദിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 3 വരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ കാണാം 3ാമത്തെ നമ്പർ വരെ വാട്ടർ ഡ്രോപ്സ് ആഡ്. ഇനി നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമായിട്ട് ഡ്രോപ്സ് ആഡ് ആവും. സോ ഈ മെത്തേഡാണ് ഗ്രൗണ്ടിലെയും ആപ്പിളിൻ്റെ മെഷിലെയും വാട്ടർ ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻസ്റ്റൻസിങ്ങും പ്ലേസറിനോട് വെച്ചിട്ടുള്ള ക്രിയേഷനുമാണ്. ഞാൻ 2 രീതികളാണ് മെയിനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ ലേഔട്ട് കാണാം. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലേഔട്ട്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒത്തിരി മാഷ് ഇൻസ്റ്റൻസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിൽ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് 3 സെപ്പറേറ്റ് മാഷ് ഇൻസ്റ്റൻസർ ഉണ്ട്, ആപ്പിളിന് വേണ്ടിയിട്ട് 3 സെപ്പറേറ്റ് മാഷ് ഇൻസ്റ്റൻസർ ഉണ്ട്, അതേപോലെ തന്നെ എയർ ഡ്രോപ്സിന് വേണ്ടിയിട്ട് 3-ൽ കൂടുതലുണ്ട്. സോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്രൗണ്ടിലും ആപ്പിളിലും എല്ലാം സൈസ് വേരിയേഷൻ നല്ലോണം വേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ 3 മാഷ് ഇൻസ്റ്റൻസർ വഴി ഇൻസ്റ്റൻസ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ആ സമയത്തൊന്നും മാഷ് എഡിറ്റർ ഞാൻ ചെക്ക് ചെയ്തിട്ടേ ഇല്ല. കാരണം ഞാനെല്ലാം ഔട്ട്ലൈനർ ആൻഡ് ആട്രിബ്യൂട്ട് എഡിറ്റർ വെച്ചിട്ടാണ് ചെയ്തത്. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. സോ നമുക്കിതങ്ങനെ ക്ലോസ് ചെയ്തേക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ചെയ്ത വാട്ടർ ഡ്രോപ്പ് മെഷുകളുണ്ട്. ഇതിൽ
ഫസ്റ്റത്തെ വാട്ടർ ഡ്രോപ്പ് സ്മോൾ എന്ന് പറയുന്നതിൽ വാട്ടർ ഡ്രോപ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് സ്കെയില് 0.55 ആണ്. മിഡ് എന്ന് പറഞ്ഞതിൽ സ്കെയില് 1.6, ബിഗ് 3. സോ മാഷിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ലേ ഔട്ടിൽ വന്ന ചേഞ്ചുകളൊന്ന് നോക്കാം. ഇതിൽ ഞാൻ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഇത്തിരി ലെങ്തി ആക്കി. കാരണം നമ്മളുടെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്ലാനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഇതൊരു ഗ്രൗണ്ട് ലെങ്തി ആവാം, എന്നിട്ട് ഒരു ലോങ്ങർ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്തുകൊണ്ടാവാം ഇത്ര അടുപ്പത്തിൽ കാണുന്നത്. സോ ആ ഒരു ഫീല് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഗ്രൗണ്ട് ലെങ്ത് ആക്കിയിട്ട് മാഷ് ഇത്തിരി ലെങ്ത്തിൽ ഇൻസ്റ്റൻസ് ചെയ്തു. എന്നിട്ട് ക്യാമറ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഫൈനൽ ഫോക്കൽ ലെങ്ത് ക്യാമറയ്ക്ക് വന്നിരിക്കുന്നത് 300 ആണ്. സോ അത്രയും ലോങ് ഫോക്കൽ ലെങ്ത്തിൽ വരുമ്പോഴത്തേനും ഇത് മൊത്തം ഭയങ്കര ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യും. സോ സെയിം ഫീലാണ് എനിക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ വേണ്ടിയിരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാനിങ്ങിലേക്ക് അവസാനം വന്നെത്തിയത്. ഇനി മാഷ് ലേഔട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതിനു മുമ്പ് ഇതെല്ലാമാണ് ഓരോരോ ഇൻസ്റ്റൻസറുകൾ. ഇതെല്ലാം എയർ ഡ്രോപ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആപ്പിളിൻ്റെ ഡ്രോപ്സ് 3, ഗ്രൗണ്ട് ഡ്രോപ്സ് 3. സോ നമുക്ക് ആദ്യം ആപ്പിളിൻ്റെ നോക്കാം. ബാക്കി രണ്ടും ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ ഏറ്റവും സ്മോൾ ഇൻസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സ്മോൾ ഇൻസ്റ്റൻസർ. സോ ഇതിൻ്റെ എല്ലാം സെറ്റിങ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വേരിയേഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് ഒരേ നോഡുകളാണ്. റാൻഡം, ID, പിന്നെ പ്ലേസർ നോഡ്. ഈ 3 തന്നെയാണ് എല്ലാ ഡ്രോപ്സിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു എക്സെപ്ഷൻ ഉള്ളത് എയർ ഡ്രോപ്സ് ആണ്, കാരണം അത് മെഷിലല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സ്മോളാണ്. അത് കഴിഞ്ഞിട്ട് ബിഗ്. ഇതിൽ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സ്മോൾ ആകും തോറും ഞാൻ അതിൻ്റെ നമ്പർ ഓഫ് പോയിൻറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. അതായത് ചെറിയ ഒബ്ജക്ട്സിൻ്റെ എണ്ണം കൂടുതലാണ്, വലിയ ഒബ്ജക്ട്സിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ബിഗ് ഡ്രോപ്സിലേക്ക് വരുമ്പോൾ വളരെ കുറയും. സോ ഇതാണ് ആകെയുള്ള ഡിഫറൻസ്. പിന്നെ ഇതിൻ്റെ വേരിയേഷനും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമ്മളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ്. അതായത് നമ്മൾക്കത് എങ്ങനെ തൃപ്തികരമാണോ അല്ലയോ അത് മാത്രമാണ് നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റഫ് റെൻഡർ അടിച്ച് നോക്കുമ്പോൾ ആ ഒരു ആപ്പിളിൽ വാട്ടർ ഡ്രോപ്സ് ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്, ഒറിജിനാലിറ്റി. അതായത് ജസ്റ്റ് ഫൈനൽ ഷെയ്ഡർ വെച്ചിട്ടല്ല, എല്ലാം തന്നെ ഗ്രേയിൽ റെൻഡർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. കാരണം ഷെയ്ഡർ ഇല്ലാതെ തന്നെ അത്രയും ആ ഒരു ഫീല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോഡലിങ്ങിൽ തന്നെ, ലേഔട്ടിൽ തന്നെ ആ ഫീല് നമുക്ക് ആകുന്നുണ്ട്. അത് നല്ലൊരു റിസൾട്ടായിരിക്കും പിന്നീട്. കാരണം ഷെയ്ഡിങ് ലൈറ്റിംഗ് ഇല്ലാതെ തന്നെ അത്രയും ഭംഗിയിൽ കാണുന്നുണ്ടെങ്കിൽ ഷെയ്ഡിങ് ലൈറ്റിംഗ് കൂടി വരുമ്പോഴത്തേനും അതിൻ്റെ ഭംഗി പിന്നെയും കൂടത്തേയുള്ളൂ. സോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ബാക്കി പിന്നീട് ഫൈനൽ റെൻഡറിൽ ചിലപ്പോൾ ചില ചേഞ്ചസ് ചെയ്യേണ്ടതുണ്ടാവാം. അത് പിന്നീട് ഫൈനൽ സമയത്തേക്കാണ് മാറ്റേണ്ടത്. കാരണം ഇപ്പം നമ്മൾക്ക് കാണുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാവുന്ന കാര്യങ്ങളിൽ കുറച്ച് പരിമിതികളുണ്ടാകും. കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ലേഔട്ടേ ഫൈനൽ ആവുന്നുള്ളൂ. നമ്മൾ ഫൈനൽ ഔട്ടിലേക്ക് ഇനിയും കുറച്ചുകൂടി സ്റ്റെപ്സ് ബാക്കിയുണ്ട്. സോ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണം. സോ അതാണ് ഇവിടെ ഞാൻ ചെയ്തത്. എനിക്ക് ഇത് ഓൾമോസ്റ്റ് ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്സിലേക്ക് മൂവ് ചെയ്തു. സോ ഗ്രൗണ്ട് ഡ്രോപ്സ്, ഇതിലും സെയിം തിങ്, ഡിഫറെൻറ്റ് വാട്ടർ ഡ്രോപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡിഫറെൻറ്റ് സൈസിലുള്ളത്. സോ ഇത് ബിഗ് ആണ്. സോ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വാട്ടർ ഡ്രോപ്സിൻ്റെ മെഷുകൾ ഇത് ശരിക്കും ഗ്രൗണ്ടിന് യൂസ് ചെയ്തതാണ്. ആപ്പിൾ ഡ്രോപ്സിൻ്റെ വേറൊരു ഫോൾഡറാണ്. സോ ആപ്പിൾ ഡ്രോപ്സിൻ്റെ സ്മോൾ, ഇതിൽ വ്യത്യാസങ്ങൾ വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് മെഷ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ വാട്ടർ ഡ്രോപ്സും ആ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത 4 എണ്ണത്തിൽ നിന്ന് തന്നെയാണ് ഇത്രയും വേരിയേഷൻസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സെയിം തിങ് ആപ്പിൾ ഡ്രോപ്സിൻ്റെ പോലെ തന്നെ സെയിം ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അതിനെ ഡിഫറെൻറ്റ് ഫോൾഡറുകളിലാക്കി ഡിഫറെൻറ്റ് സൈസ് നൽകി. അതാണ് ഉള്ള ഒരു ഡിഫറൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളുടെ
സ്മോൾ ഡ്രോപ്സിൻ്റെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിലാണ് ഇത് ഞാൻ ഇൻസ്റ്റൻസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗ്രൗണ്ടിൻ്റെ ഫുൾ ഭാഗത്തേക്ക് ഇൻസ്റ്റൻസ് ആയിട്ടില്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഇത്രയും ഫേസുകൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് വേറൊരു മെഷ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. സോ ആ വാട്ടർ ഡ്രോപ്സ് മെഷ് ഇൻസ്റ്റൻസ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഷ് ഇതാണ്. ഇത് ഞാൻ ജസ്റ്റ് അത് വാട്ടർ ഡ്രോപ്സ് ഇൻസ്റ്റൻസ് ആവാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ഞാനങ്ങ് ഹൈഡ് ചെയ്തത്. കാരണം നമ്മളുടെ ഗ്രൗണ്ടിൽ പോളി കൗണ്ട് കുറവാണ്. ഇത് ഇൻസ്റ്റൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഉള്ളത് ഫേസുകളിൽ അല്ലെങ്കിൽ വെർട്ടെക്സ് പോയിൻ്റ്, എഡ്ജിൽ, അങ്ങനെ പോയിൻറ്റ്സിലാണ് ഇത് ഇൻസ്റ്റൻസ് ആവുക, ഓരോ ഇൻസ്റ്റൻസും ഉണ്ടാവുക. സോ ഇങ്ങനെ റോയും കോളം വൈസ് പ്രോപ്പറായിട്ടുള്ളൊരു മെഷിൽ ഇത് ഇൻസ്റ്റൻസ് ചെയ്യുമ്പോഴത്തേക്കും വരിയായിട്ട് അല്ലെങ്കിൽ നേരെയായിട്ട് നിൽക്കുന്നൊരു ഫീല് വരും. അതായത് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയാണ്. സോ ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതിരിക്കാനാണ് ഇങ്ങനൊരു മെഷ് ക്രിയേറ്റ് ചെയ്തത്. ഈ മെഷിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം ഫേസുകൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം മായയുടെ കട്ട് പോളിഗൺ ടൂളുണ്ട്. സോ കട്ട് പോളിഗൺ ടൂൾ നമുക്ക് മായയിലിപ്പോൾ മോഡലിങ്ങിലോ ഒരു മെനുവിലും ഇല്ല, കാരണം അതവർ റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. ബട്ട് നമ്മളുടെ സ്ക്രിപ്റ്റിങ്ങിൽ ഇപ്പോഴും അത് വർക്കാവുന്നുണ്ട്. സോ അതെടുക്കാനായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് മെല്ലിൻ്റെ ഉള്ളിൽ കട്ട് പോളിഗൺ അടിക്കുക, ജസ്റ്റ് റൺ ചെയ്യുക. സോ ഇത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. സോ നമുക്ക് കട്ട് പോളിഗൺ ടൂൾ കിട്ടും. അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ റാൻഡം കട്ട് ചെയ്ത് വിടുക. അങ്ങനെയാണ് ഈ മെഷ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് നമ്മൾ ഗ്രൗണ്ട് ഡ്രോപ്സിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. സോ ഈ ഡ്രോപ്സ് ഒന്നുമില്ലാതെ തന്നെ ജസ്റ്റ് മെഷ് ഞാൻ ഒരു സ്ഫിയർ എടുത്ത് അതിൻ്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്തിട്ട് വൈയിൽ മാത്രം സ്കെയിൽ ചെയ്ത് റാൻഡമായിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. ഇത് ആ കോമ്പോസിഷനിൽ റെഫറൻസിൽ തന്നെ കുറച്ച് വലിയ തുള്ളികളുണ്ട്. സോ അതിനെ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഡ്രോപ്സാണിത്. പിന്നീട് ഗ്രൗണ്ടിൽ സ്മോള്, മിഡ് ഡ്രോപ്സ്, ഇതെല്ലാത്തിലും സെയിം ആപ്പിൾ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ടെക്നിക്ക് തന്നെയാണ്. ഇതിൽ പ്ലേസർ നോട്ട്സ് യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇതൊരു ഫ്ലാറ്റ് ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് റാൻഡംലി ഇത്രയും പ്ലേസ്മെൻറ്റ് കിട്ടിയാൽ മതി. ഇതിൽ പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെൻഡറിൽ ഗ്രൗണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഓവർലാപ്പുകളോ ഇതിനുള്ളിലുള്ള വാട്ടർ ഡ്രോപ്സ് തമ്മിൽ കൊളൈഡ് ആവുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് വിസിബിൾ ആവില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കിതിനെ സെപ്പറേറ്റ് കൊളൈഡ് ഇല്ലാതെ അല്ലെങ്കിൽ ഓവർലാപ്പ് ഇല്ലാതെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ബിഗ് ഡ്രോപ്സ്. സോ ഇതാണ് ഗ്രൗണ്ട് ഡ്രോപ്സ്. സോ നമ്മൾ 2 ഇൻസ്റ്റൻസറുകൾ നോക്കിക്കഴിഞ്ഞു. ഇനി അവസാനത്താണ് എയറിൽ നമ്മൾ മെഷിലല്ല ചെയ്തിരിക്കുന്നത്. എയർ ഡ്രോപ്സിൻ്റെത് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് വോളിയമാണ്. ഇപ്പം നമ്മളൊരു ഇൻസ്റ്റൻസർ നീക്കി വെച്ച് കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ സ്മോൾ എയർ ഡ്രോപ്സ്, എക്സ്ട്രീം സ്മോൾ എയർ ഡ്രോപ്സിൻ്റെ മാഷ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് വോളിയമാണ്. ആൻഡ് വോളിയത്തിനൊരു ഷേപ്പ് ഉണ്ട്. ഇതൊരു സ്ഫിയറിൻ്റെ ഷേപ്പിലാണ്. സോ ഇതിൻ്റെ ഷേപ്പ് സ്ഫിയറാണ്. സ്ഫിയറിൽ നിന്ന് ഞാൻ ക്യൂബ് ആക്കി കഴിഞ്ഞാൽ ആ വോളിയത്തിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഷേപ്പിലേക്ക് ഇത് മാറും. ആൻഡ് വോളിയം സൈസ് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം, കൂട്ടാം, കുറയ്ക്കാം. അപ്പോൾ ഇത് കൂടുന്നതിനനുസരിച്ച് ഇത് ഇത്രയും കൂടി ഡെൻസ് ആവണമെങ്കിൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് കൂട്ടി കൊടുക്കാം. സോ ഈ ഒരു മെത്തേഡാണ് ബാക്കി എയർ ഡ്രോപ്സിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് ഇത്രയും കൂടി ക്ലോസ് പോയി കഴിഞ്ഞാൽ എയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി ഫുട്ബോളിൻ്റെ പോലത്തെ ഒരു ഷേപ്പാണ് എയർ ഡ്രോപ്സിന് ഞാൻ കൊടുക്കുക. കാരണം ഞാനിത് സ്മൂത്ത് ചെയ്യില്ലായിരുന്നു. സോ ഇതിൻ്റെ റെഫറൻസ് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഡ്രോപ്സിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് സ്പെക്കുലർ കിട്ടിയിട്ട് ബൊക്കീസ് നന്നായിട്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു എൻഗൺ ടൈപ്പ് ഷേപ്പാണെങ്കിൽ അതിൻ്റെ ഓരോ ഫേസിലും ഡിഫറെൻ്റ് ആയിട്ട് സ്പെക്കുലർ ക്യാച്ച് ചെയ്തിട്ട് ബൊക്കേക്ക് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലെത്തിയത്. സോ ഇതാണ് ഫുള്ളി മാഷ് കൊണ്ട് സ്ക്രിപ്റ്റിംഗ് കൊണ്ടും ഒരു ഫൈനൽ ലേ ഔട്ടിൻ്റെ
ഒരു ഇത് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആപ്പിളിൻ്റെ ഫൈനൽ ലേഔട്ട് കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറൽ ടെക്സ്ചറിങ് ആൻഡ് ഷെയ്ഡിങ് നോക്കാം. സോ അതിനു മുമ്പ് നമുക്കിതിൻ്റെ UV മാപ്പിംഗ് എങ്ങനെ ചെയ്തേക്കുന്നത്. ഇതാണ് ബേസിക്കലി ഞാൻ ചെയ്ത UV മാപ്പിംഗ്. സോ ഞാൻ ഒരു ലുക്ക് ഡെവ് ആൻഡ് ലൈറ്റിംഗ് ആർട്ടിസ്റ്റാണ്. എനിക്ക് UV മാപ്പിങ്ങോ ടെക്സ്ചറിങ്ങിനെ കുറിച്ചോ ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എനിക്ക് വേണ്ട ഔട്ട്പുട്ടിന് എങ്ങനെയാണോ UV ആവശ്യം അതിനനുസരിച്ച് ഞാൻ എൻ്റെ രീതിക്കാണ് ഞാൻ UV മാപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വേയിലുള്ള UV മാപ്പിംഗ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഞാനൊരു ചെക്കർ മാപ്പ് അപ്ലൈ ചെയ്തു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ ഫേസ് താഴേക്കും മുകളിലേക്കും പോകുമ്പോഴും ഈ ടെക്സ്ചർ സ്ട്രെച്ച് ആവുന്നുണ്ട്. സോ ആക്ച്വലി നമ്മൾ പ്രോപ്പറായിട്ട് UV മാപ്പിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. ചെക്കർ മാപ്പ് കറക്റ്റായിട്ട് പ്രോപ്പറായിരിക്കണം. ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മളുടെ ക്യാമറ വ്യൂവിൽ പ്രോപ്പർലി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പാർട്ടാണ് മോസ്റ്റ്ലി കാണുന്നത്. പിന്നീട് എല്ലാം ടെക്സ്ചർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയറൽ മാപ്സാണ്. ഞാൻ പ്രൊസീജിയറലി മായയുടെ ഇൻബിൽറ്റിനോട് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന മാപ്സാണ്. സോ അത് വെച്ച് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഈ ഒരു വർക്ക് ഫ്ലോ ഓക്കെ ആയിരുന്നു. കാരണം സ്ട്രെച്ചിങ് ഒന്നും അധികം വിസിബിൾ ആയിരുന്നില്ല. ഞാൻ മൾട്ടിപ്പിൾ ടെക്സ്ചേഴ്സ് ഓവർലാപ്പ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഡീഫോക്കസിലായിരുന്നുകൊണ്ടും എല്ലാം ഈ ഒരു വേ എനിക്ക് വർക്ക് ചെയ്തിരുന്നു. സോ ഞാനൊരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് UV മാപ്പിംഗ് ചെയ്യണം. ഇനി എൻ്റേത് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു സ്റ്റിൽ ഫ്രെയിം മാത്രമായിരുന്നു. എനിക്ക് അനിമേഷനോ അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു വ്യൂ അല്ലാതെ വേറൊന്നും കാണാൻ പോകുന്നില്ല. സോ പ്ലാനിങ്ങിൻ്റെ രീതിയിൽ ഈ ഒരു പ്ലാനിങ് ഓക്കെ ആയിരുന്നു. കാരണം ഇതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. വ്യൂവേഴ്സ് കാണാൻ പോകുന്നത് ഫൈനൽ ഔട്ട്പുട്ടാണ്. ഫൈനൽ ഔട്ട്പുട്ടിൽ ഈ ഒരു വേ ഓഫ് വർക്കിംഗ് കൊണ്ട് ഒരുവിധ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ UV എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സീം ബാക്കിൽ നമുക്ക് കാണാം, ഈ വിസിബിളാണ്. സോ പ്രൊസീജിയറൽ മാപ്പിൽ ഇങ്ങനൊരു സീം ഡെഫിനറ്റ്ലി ഈ സീമിൽ ടെക്സ്ചർ തമ്മിൽ ബ്ലെൻഡ് ആവാത്തത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. സോ ഒരു റെൻഡർ എടുത്ത് ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ ഈ ആപ്പിളിൻ്റെ ഈ ഒരു പാർട്ട് റെൻഡർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ സീം ഈ ടെക്സ്ചർ തമ്മിൽ ബ്ലെൻഡ് ആവില്ല. കാരണം ഈ സീമുള്ളതുകൊണ്ട്. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ടാമതൊരു UV കൂടി ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് മാപ്പ് 1 എന്ന് പറഞ്ഞ UV ആണ് ഇതിൻ്റെ മെയിൻ UV. സെക്കൻഡ് UV സെറ്റ് 02 എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു തീം കളയാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത UV ആണ്. ഇതെങ്ങനെ കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യും. അതായത് മാപ്പ് 1 യൂസ് ചെയ്യുന്നൊരു ടെക്സ്ചർ സെറ്റും മാപ്പ് സെറ്റ് 02 യൂസ് ചെയ്യുന്നൊരു ടെക്സ്ചർ സെറ്റും. എന്നിട്ട് ഈ ഒരു പാർട്ട് മാത്രം ഒരു മാസ്ക് ഉപയോഗിച്ച്, അതായത് ഈ മെയിൻ UV ഉപയോഗിക്കുന്ന ടെക്സ്ചർ സെറ്റ് വെച്ച് ഈ പാർട്ട് ഫുള്ളും രണ്ടാമത്തെ UV സെറ്റിൽ നിന്ന് ഇത്രയും ഭാഗം മാത്രം ഒരു മാസ്ക് ഉപയോഗിച്ച് രണ്ടും കൂടെ മെർജ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. സോ അങ്ങനത്തെ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് വെർട്ടെക്സ് കളർ പെയിൻറ്റിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്ജക്റ്റിൽ തന്നെ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമുക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ടെക്സ്ചറായിട്ട് എക്സ്പോർട്ട് ചെയ്യാതെ ഒബ്ജക്റ്റിൽ തന്നെ അതിൻ്റെ വെർട്ടെക്സിൽ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. സോ ആ മെത്തേഡ് വെച്ചിട്ട് ഞാൻ വെർട്ടെക്സ് കളർ പെയിൻറ്റ് ചെയ്തു. സോ ഞാനിവിടെ ആപ്പിളിൻ്റെ ഷേപ്പ് നോഡിൽ വന്നിട്ട് മെഷ് കമ്പോണൻറ്റ് ഡിസ്പ്ലേയിൽ ഈ ആംബിയൻ്റ് ആൻഡ് ഡിഫ്യൂസ് ഡിസ്പ്ലേ കളർ ചാനൽ ആംബിയൻ്റ് ആൻഡ് ഡിഫ്യൂസ് എന്നുള്ളത് നന്നാക്കി ഡിസ്പ്ലേ കളർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ മെഷിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന വെർട്ടെക്സ് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു മാസ്കായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സീം റിമൂവ് ചെയ്ത് രണ്ട് തരം ടെക്സ്ചറുകൾ മെർജ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു റെഡ് കളർ മാത്രമാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് റെഡ് ചാനൽ മാത്രമായിട്ട് ഇങ്ങനൊരു സിംഗിൾ കളർ പെയിൻറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം, എനിക്ക് ആ ഒരു സിംഗിൾ ചാനൽ, അതായത് റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റെഡ് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് അത് മാസ്കായിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമാവും. ഈ ഒരു മെത്തേഡിൽ വെർട്ടെക്സ് കളർ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു സ്ഫിയറിൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാനിവിടെ ഒരു സ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് തിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സ് കളർ ബൈ ഡിഫോൾട്ട് അർണോൾഡിൽ എക്സ്പോർട്ട് ആവില്ല. സോ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് നോഡിൽ അർണോൾഡിൻ്റെ ടാബിൽ
എക്സ്പോർട്ട് വേർട്ടെക്സ് കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇത് പെയിൻറ്റ് ചെയ്യുന്ന വെർട്ടെക്സ് കളേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യത്തുള്ളൂ, അതായത് നമുക്ക് ഷെയ്ഡറിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം അത് ഷെയ്ഡറിലേക്ക് എക്സ്പോർട്ട് ആവില്ല. സോ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് മെഷ് ഡിസ്പ്ലേയിൽ വന്നിട്ട് പെയിൻ വെർട്ടെക്സ് കളർ ടൂൾ എന്ന് പറയുന്ന ടൂൾ ഓപ്ഷൻ എടുക്കുക. സോ ഈ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വെർട്ടെക്സ് പെയിൻറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിവിടെ കളർ സെറ്റ് എഡിറ്റർ കൂടി ഓപ്പൺ ചെയ്യാം മെഷ് ഡിസ്പ്ലേയിൽ തന്നെ. ഇപ്പോൾ ജസ്റ്റ് കളേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഞാനിവിടെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു കളർ സെറ്റ് വന്നു ക്രിയേറ്റ് ആയി. സോ ഞാൻ ഈ പെയിൻറ്റ് ചെയ്തത് ഇവിടെ ഈ കളർ സെറ്റായിട്ടാണ് സേവ് ആകും. വേർട്ടെക്സ് കളർ സെറ്റാണിത്. ഞാൻ പെയിൻറ്റ് ചെയ്ത കളർ പിക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സോ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത പാട്ട് പോയി. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ന്യൂ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എത്ര ചാനലാണ് വേണ്ടത്. ബേസിക്കലി ഞാൻ ഇതൊന്നും ചേഞ്ച് ചെയ്യാറില്ല, ജസ്റ്റ് RGB തന്നെ എടുക്കും. കാരണം 3 ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ മാസ്ക്സ് പെയിൻറ്റ് ചെയ്യാം. അതായത് റെഡ് ചാനലിലൊന്ന്, ഗ്രീൻ ചാനലിന് വേണ്ടി ഒന്ന്, ബ്ലൂ ചാനലിലൊന്ന്, അങ്ങനെ. സോ ജസ്റ്റ് ഇത് ജസ്റ്റ് അപ്ലൈ ആൻഡ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഒരു കളർ സെറ്റ് ക്രിയേറ്റ് ആയി. വേണമെങ്കിൽ നമുക്ക് ഇതിനെ റീനെയിം ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്, ഓക്കെ കൊടുക്കും. സോ എന്നിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുക റെഡ്, ഗ്രീൻ, ബ്ലൂ ആ 3 ചാനലാണ് യൂസ് ചെയ്യുക. കാരണം ഇത് മാസ്കിലേക്ക് പെർ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് കളേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് മാസ്കായിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഞാൻ റെഡ് വെച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്തു. ഇനി ഞാൻ വേറൊരു ചാനൽ വെച്ച് പെയിൻറ്റ് ചെയ്തു. ഗ്രീൻ എടുത്തു, ഗ്രീൻ വെച്ച് പെയിൻറ്റ് ചെയ്തു. ബ്ലൂ വെച്ച് പെയിൻറ്റ് ചെയ്തു. സോ ഇതിപ്പോൾ വെർട്ടെക്സ് കളറിലേക്കാണ് പെയിൻ്റ് ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഈ സ്ഫിയറിനൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഈ സ്ഫിയറിൽ ഇപ്പോഴും ചെക്കറിനോട് തന്നെയാണ് വരുന്നത്. കാരണം അസൈൻ ചെയ്തിരിക്കുന്ന ഷെയ്ഡറിൽ സോ അതിനായിട്ട് അർണോൾഡിൽ യൂസ് ചെയ്യുന്നൊരു നോഡാണ് AI യൂസർ ഡാറ്റ കളർ. ഇതിൻ്റെ ഉള്ളിൽ ഡിഫോൾട്ട് ഒരു വാല്യൂ ഉണ്ട്. ഇതിന് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ കളറിലേക്കൊന്ന് കണക്ട് ചെയ്യാം. നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഫുള്ള് ബ്ലാക്കായി, കാരണം ഇവിടുത്തെ ഡിഫോൾട്ട് വാല്യൂ ബ്ലാക്കാണ്. ഇതിന് വൈറ്റ് ആയിരിക്കും, വൈറ്റ്. സോ ബൈ ഡിഫോൾട്ട് കളറ് ഡിഫോൾട്ട് വാല്യൂ നിന്നാണ് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആട്രിബ്യൂട്ടിൻ്റെ ഫീൽഡിൽ ഒന്നും കൊടുത്തിട്ടില്ല. സോ ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുക്കാത്ത പക്ഷം അത് ഡിഫോൾട്ട് വാല്യൂസ് എടുക്കും. നമ്മൾ ആട്രിബ്യൂട്ടായിട്ട് അപ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെർട്ടെക്സ് കളർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാമീറ്ററാണ് കൊടുക്കേണ്ടത്. അത് നമ്മളുടെ കേസിൽ കളർ സെറ്റ് എഡിറ്ററിൻ്റെ നെയിമാണ്. ഇവിടെ ടെസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന പേരാണ് നമ്മൾ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് ഈ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യണം. സോ ഞാനിവിടെ അത് ടൈപ്പ് ചെയ്യുകയാണ്. സോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു റെൻഡറിൽ നമുക്ക് കാണാം ആ ഒരു വെർട്ടെക്സ് കളേഴ്സ് പെയിൻറ്റ് ചെയ്ത് അതേപടി വന്നിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ വെർട്ടെക്സ് കളേഴ്സ് ഷെയ്ഡറിലേക്ക് റീഡ് ചെയ്യുന്നത്. സോ നമ്മൾ വെർട്ടെക്സ് കളർ ഷെയ്ഡറിലേക്ക് എങ്ങനെ റീഡ് ചെയ്യിക്കുന്നതെന്ന് കണ്ടു. ഇനി ഇതെങ്ങനെയാണ് ഞാൻ ആസ് എ മാസ്ക് യൂസ് ചെയ്തിരിക്കുന്നത്, മാസ്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലെൻഡ് കളർ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 കളേഴ്സ് ഉണ്ട്. ഞാനിതിനെ കളറിലേക്ക് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഫസ്റ്റ് കളർ റെഡും സെക്കൻഡ് കളർ ബ്ലൂ ആണ്. പക്ഷെ വന്നിരിക്കുന്ന കളർ പർപ്പിളാണ്. ബിക്കോസ് ഇവിടുത്തെ ബ്ലെൻഡർ എന്ന് പറയുന്നത് ഈ 2 കളറിനെ മിക്സ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. സോ ഇത് 0 ആണെങ്കിൽ ബ്ലൂ ചാനലും 1 ആണെങ്കിൽ റെഡ് കളറും ആയിരിക്കും എടുക്കുന്നത്. സോ ഇതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസ്ക് യൂസ് ചെയ്താൽ എനിക്ക് ഈ 2 കളറും ആ മാസ്ക് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എനിക്കിപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് റെഡ് ചാനലിൽ കൂടി മാത്രം ഈ റെഡ് കളർ കണ്ടാൽ മതി, ബാക്കി എല്ലാ സൈഡിലും ബ്ലൂ ആയിരിക്കും. സോ അതിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI യൂസർ ഡാറ്റ കളറിൽ നിന്ന് റെഡ് ചാനൽ മാത്രം പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റെഡ് ചാനൽ മാത്രം എടുത്ത് ബ്ലെൻഡറിലേക്ക് കണക്ട് ചെയ്യണം. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളർ എവിടെയുണ്ടോ അവിടെ കൂടി മാത്രം റെഡ് കാണുകയും ബാക്കി എല്ലായിടത്തും ബ്ലൂ ആവുകയും ചെയ്യും. സോ സെയിം തിങ് എനിക്ക് ഗ്രീൻ ചാനൽ വഴി ചെയ്യാം. ഞാനിത് ഗ്രീൻ ചാനലാണ് ബ്ലെൻഡറിലേക്ക് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ചാനലിൽ
റെഡ് കാണും, ബ്ലൂ ചാനലിൽ കൂടെ മാത്രം. സോ ഈ ഒരു മെത്തേഡാണ് ഞാൻ യു വി സീം മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ടെക്സ്ചേഴ്സ് തമ്മിൽ മാസ്ക് വെച്ചിട്ട് മെർജ് ചെയ്തിരിക്കുകയാണ്. സോ വെർട്ടെക്സ് കളറ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് മാസ്കായിട്ട് അല്ലെങ്കിൽ കളറ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാനോ അങ്ങനെ പല പല ഉപയോഗങ്ങളാണ്. ഇത് വെർട്ടെക്സ് കളറ് ടെക്സ്ചറിൽ സേവ് ആവാത്ത ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ ടെക്സ്ചറിൻ്റെ റെസൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ മാസ്ക് അത്രയ്ക്ക് പ്രോപ്പർലി ബ്ലെൻഡ് അല്ല. കാരണം ഇത് വെർട്ടെക്സിലാണ് ഓരോ വെർട്ടെക്സിലുമാണ് ഇതിൻ്റെ കളർ ഡാറ്റ സേവ് ചെയ്യുന്നുള്ളതുകൊണ്ട് വെർട്ടെക്സുകൾ എത്ര കൂടുന്നോ ഇത് ടെക്സ്ചറിൽ ഇമേജിന് പിക്സൽസ് എത്ര കൂടുന്നോ അത്രത്തോളം ഇമേജിൻ്റെ ക്വാളിറ്റി കൂടുന്ന പോലെ വെർട്ടെക്സുകൾ എന്തോരം കൂടുന്നു നമുക്ക് മാസ്കിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. സോ ഇതിലും സ്മൂത്തായിട്ടുള്ള വെർട്ടെക്സ് കളേഴ്സ് അല്ലെങ്കിൽ മാസ്ക് പെയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതായത് ഇതിനെ സബ് ഡിവൈഡ് ചെയ്ത് ഇനിയും മെഷിൻ്റെ കൗണ്ട് കൂട്ടേണ്ടി വരും. സോ ഇങ്ങനെയാണ് വെർട്ടെക്സ് കളർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ യു വി കണ്ടു, വെർട്ടെക്സ് കളേഴ്സ് കണ്ടു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ഷെയ്ഡിങ്ങിലേക്ക് പോവാം. സോ ഷെയ്ഡിങ്ങിൽ നമ്മൾ ബേസിക്കലി ആകെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫ്യൂസ് കളറ്, അതിൻ്റെ സ്പെക്കുലർ റഫ്നെസ്, ബമ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ 4 മാപ്സാണ് പ്രൊസീജിയറലി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കൾപ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ മോഡലിംഗ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു മോഡലിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. കാരണം മെഷിലുള്ള ഡിഫോർമേഷൻസ്, അപാകതകൾ സാധാരണ ഒരു ആപ്പിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആപ്പിളിൻ്റെ മാത്രമായിട്ടുള്ള അതിൻ്റെ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം ആണ് ഫൈനലി നമുക്ക് ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷേപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതൊരു ബേസിക് ഷേപ്പാണ്. ഈ ബേസിക് ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല ഉരുണ്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഷേപ്പ്. പക്ഷേ നാച്ചുറലി നമുക്ക് ഏതൊരു ആപ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു ചതവ് അല്ലെങ്കിൽ ഒരു ചെറിയ ഷേപ്പ് വ്യത്യാസം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണാൻ പറ്റും. കാരണം എല്ലാ ആപ്പിളും ഒരേപോലെ പെർഫെക്റ്റ് ഷേപ്പിലിരിക്കില്ല. സോ നാച്ചുറലി വരുമ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ അത് ഒന്നില്ലെങ്കിൽ മോഡലിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഷേപ്പ് കിട്ടിയിട്ട് പിന്നീട് ഈ ഒരു ഇതിനെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യണം കുറച്ചുകൂടെ. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രേക്കപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചുകൂടെ നാച്ചുറൽ ആവുക, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവുക. സോ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നാണ് ഞാൻ എപ്പോഴും അത് തുടങ്ങുക. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ നോക്കാം. സോ ഷെയ്ഡിങ്ങിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നോഡ് ഗ്ലിറ്ററാണ്. സോ ഇതാണ് നമ്മളുടെ ആപ്പിൾ മെറ്റീരിയൽ, ഇതാണ് നമ്മളുടെ ഷെയ്ഡിങ് നെറ്റ്വർക്ക്. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞ് കിടക്കുന്നതും ഇത്രയും നോഡ്സിൻ്റെ എണ്ണവും എല്ലാം കാണുമ്പോൾ ഭയങ്കര ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം. പക്ഷേ ഇത് ജസ്റ്റ് 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു പോകുമ്പോഴത്തേനും കുറച്ചുകൂടി നമുക്ക് ഇത്രയും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ഈസി ആയിരിക്കും മനസ്സിലാവാൻ. സോ മെയിനായിട്ട് ഇതെല്ലാം ഇൻബിൽറ്റ് നോഡ്സ് തന്നെയാണ്. ഇത് ഫ്രാക്റ്റൽ, ഫ്ലാറ്റ് കളേഴ്സ് മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രാക്റ്റൽ, നോയ്സ് അങ്ങനെയുള്ള ഇൻബിൽറ്റ് മായ നോഡ്സ് തന്നെയാണ്. മായയുടെ 2D ടെക്സ്ചേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉള്ളതാണ് ഈ നോയ്സ് അങ്ങനെയുള്ളത്. സോ അത് വെച്ചിട്ടാണ് ഇത് ഫുള്ള് നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഫസ്റ്റ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് പോകാം. ഡിസ്പ്ലേസ്മെൻറ്റ് നോർമലി കണക്ട് ചെയ്യുക ഷെയ്ഡറിൻ്റെ ഷെയ്ഡിങ് ഗ്രൂപ്പിലേക്കാണ്. സോ ഒരു ഷെയ്ഡർ നമ്മൾ ബൈ ഡിഫോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഒരു ഷെയ്ഡിങ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും. സോ അതിൽ സർഫസ് മെറ്റീരിയലാണ് നമ്മുടെ ഷെയ്ഡർ കണക്ട് ആവുക. ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് കണക്ട് ആവുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഷെയ്ഡറാണ്. അതിൻ്റെ സ്കെയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യുക. സോ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലെയേഴ്സാണ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഒരു ബ്രേക്കപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയപ്പോൾ അതിന് മാത്രം പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഒരു ചതവ് സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ബ്രേക്കപ്പ് നമുക്കൊരു സൈഡിൽ മാത്രം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേറൊരു ലെയർ യൂസ് ചെയ്യണം. പിന്നീട് ആപ്പിളിൻ്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേ അധികം ചെറിയ ചെറിയ ബ്രേക്കപ്സ് ഉണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ബ്രേക്കപ്പ്. പിന്നെ അത് ഈ ഒരു ചെറിയ കുരു പോലെയുള്ളതിൽ സെപ്പറേറ്റ് ബൾജ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം സ്പെക്കുലറിൽ അത് ബ്രേക്ക് ആവുന്നത് ശരിക്കറിയാം നമുക്ക്. സോ ഇതെല്ലാം ഒറ്റ ടെക്സ്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതിനെല്ലാത്തിനും സെപ്പറേറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുണ്ട് ചെറിയ ചെറിയ ബ്രേക്കപ്സ്. സോ നമ്മളിതിനെ എല്ലാത്തിനും സെപ്പറേറ്റ് ലെയറായിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്പിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ ഇത്തിരി വലിയൊരു
ഷേപ്പ് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. സോ അങ്ങനെയുള്ള ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും സ്മൂത്ത് അല്ല ശരിക്കും. ഇവിടെ ഒരു കുഴിയുണ്ട്, ഇവിടെ ഒരു ബൾജ് ഉണ്ട്, ഇവിടെ ഒരു ചെറിയ കുഴി പോലെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള. സോ ഓവറോൾ ഒരു വലിയ ബ്രേക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ബ്രേക്കപ്പ്, പിന്നെ രണ്ടാമത് ഈ വക ഡോട്ട്സ് പോലെയുള്ള ബ്രേക്കപ്പ്. ഇങ്ങനെയുള്ള 3 ബ്രേക്കപ്പ്സാണ് ഞാൻ മെയിനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. സോ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒന്ന് കണ്ടു നോക്കാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഏറ്റവും എളുപ്പം ബേസ്. സോ ഏതൊരു പ്രൊസീജിയറൽ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഒരു ലെയറാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന AI ലെയർ RGB ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് കളറാണ് ഞാൻ ലെയർ 1 കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാം ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ മാത്രം വെച്ചു. സോ ഇതിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, സോ ഇതിൽ ഞാൻ വാല്യൂ ഇട്ടിരിക്കുന്ന 0.5. അതിന് കാരണം 0.5 വാല്യൂവിലുള്ള പിക്സൽ, ഇപ്പോൾ ഇതിൻ്റെ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇതിൻ്റെ മാപ്പ് ഐസൊലേറ്റ് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ RGB വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് 0.5 ആണ് വാല്യൂസ്. സോ 0.5 വാല്യൂ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. അതാണ് നമ്മൾ 0 സ്കെയിലർ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് 0.5 ഈ വാല്യൂ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ എനിക്ക് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റേ വേണ്ട, 0. ഇതിന് മേലേക്കാണ് ഞാൻ ഓരോരോ ഡിസ്പ്ലേ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 2 തരത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു കൊടുക്കാം. 0 സ്കെയിലർ വാല്യൂ, ഇവിടെ നമ്മൾ 0 സ്കെയിലർ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ കളർ 0 ആക്കിയിടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ 0 കൊടുത്തു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പിൾ വലുതായി. കാരണം ഇവിടെ 0.5 വാല്യൂ ഉണ്ട്. സോ അതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. 0.5 ഡിസ്പ്ലേസ്മെൻ്റ് ആയി. സോ ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ ആപ്പിൾ പഴയ ഷേപ്പായി. സോ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുക 0.5 ആണ്. കാരണം 0.5 വാല്യൂസിൽ വരുന്ന മാപ്പുകളിൽ നോർമലി നമ്മൾ പ്രൊസീജിയറിൽ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അല്ലാതെയുള്ള മാപ്പുകളിൽ 0 to 1 വാല്യൂവിൻ്റെ ഉള്ളിലായിരിക്കും ഫുള്ള് പിക്സൽ വാല്യൂസ് വരുന്നത്. സോ നെഗറ്റീവ് വാല്യൂസോ അതിനപ്പോൾ 1-നോ മേളിലേക്കുള്ള വാല്യൂസോ വരാത്തതുകൊണ്ട് ഇത്തിരി കൂടെ ഈസി ആയിരിക്കും. നമ്മളുടെ കൺഫ്യൂഷൻസ് കുറവാണ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ. സോ നമ്മൾ പ്രൊസീജിയറിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 0 വെച്ച് 0 ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ നെഗറ്റീവ് വാല്യൂസിലായിരിക്കും താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. അത് മേ ബി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ ഒരു വേ ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തത് നമ്മളുടെ ഫസ്റ്റ് ലെയർ നോക്കാം, ബിഗർ ബ്രേക്കപ്സ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര വലിയ വലിയ ബ്രേക്കപ്സ്. ആപ്പിളിൻ്റെ ഓവറോൾ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തേക്കാണ്. ഒരു നോയ്സ് പാറ്റേൺ ആണ്, AI നോയ്സാണ്. സോ ഇതിൻ്റെ സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇങ്ങനൊരു ഓവറോൾ ബ്രേക്കപ്സിൽ ഉള്ളൊരു ഇതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂസ് ഞാനിപ്പോൾ എക്സാക്ട്ലി ഇത്രയാണ് വാല്യൂസ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നില്ല. കാരണം ഇത് നമ്മൾ ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് റീറെൻഡർ ചെയ്ത് ഓരോ വാല്യൂം ടെസ്റ്റ് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈ ആകുന്ന ഒരു വാല്യൂയിലേക്ക് എത്തിച്ചേരുക. സോ ബേസിക്കലി നമ്മൾ ട്വീക്ക് ചെയ്ത് അതിനനുസരിച്ച് ഇവിടെ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ഇത് സാറ്റിസ്ഫാക്ടറി ആണ്. ഇതാണ് ബേസിക് ഒരു വർക്ക് ഫ്ലോ. ഇതൊരിക്കലും നമ്മൾ ഓൾറെഡി അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വാല്യൂ ഇടുന്നൊരു പരിപാടിയല്ല. നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇത് ഇട്ട് ചിലപ്പോൾ രണ്ടാമത്തെ ഒരു ലെയർ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഇത് ആ ഒരു ലെയറുമായിട്ട് ബ്ലെൻഡ് ആകുന്നില്ല എന്നൊക്കെ തോന്നുന്നത്. ചിലപ്പോൾ പിന്നീട് രണ്ടാമത്തെ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി വന്ന് ഫസ്റ്റത്തെ ലെയർ ജസ്റ്റ് ഒന്ന് ട്വീക്ക് ചെയ്യേണ്ട വരാം. സോ ഇതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് സാറ്റിസ്ഫൈ ആവുന്ന വിഷ്വലി ഓക്കെ എന്ന് തോന്നുന്ന ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരാം. ഇതിൻ്റെ വാല്യൂസ് എല്ലാം ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം ടെസ്റ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ വാല്യൂവും ചേഞ്ച് ചെയ്യുമ്പോൾ അതിലെന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ഒക്ടേവ്സ് 2 ഇട്ടിരിക്കുന്നത് 1 ആക്കി കഴിഞ്ഞാൽ എന്താണ് ടെക്സ്ചറിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ 0.5 കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക.
കണ്ടില്ല. സോ ഇങ്ങനെ ഓരോ വാല്യൂസും ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. സോ മെത്തേഡ് ഇതാണ്. ബാക്ക് ആൻഡ് ഫോർത്ത് ടെസ്റ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് നോക്കി നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിസൾട്ട് കണ്ടുപിടിക്കും. സോ ഇതാണ് ഫസ്റ്റ് ബ്രേക്കപ്പ്സ്. സെക്കൻഡ് ബ്രേക്കപ്പ്, സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ബ്രേക്കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ ഓപ്പറേഷൻസ് ഉണ്ട്, മിക്സ് ഉണ്ട്. സോ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഷീറ്റിൽ നോർമലി സ്കെയിൽ 1 വെച്ചിട്ട് എൻ്റെ ഓരോ ലെയറിൻ്റെയും ഇൻറ്റൻസിറ്റി എത്രത്തോളം അത് ഡിസ്പ്ലേസ് ആകണം എന്നുള്ളത് മിക്സിലാണ് കൺട്രോൾ ചെയ്യുന്നത്. എനിക്കിപ്പോൾ മിക്സ് ഞാനിപ്പോൾ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ആകും. കണ്ടില്ലേ? സോ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി. സോ ഇതും നമ്മൾ ടെസ്റ്റ് ചെയ്ത് റീറെൻഡർ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്ക് പോവാം. ഇത് ഭയങ്കര സ്മോളായിട്ടുള്ള ബ്രേക്കപ്പ്സാണ്. ഈ ചെറിയ ബ്രേക്കപ്സിലാണ് ശരിക്കും സ്പെക്കുലറെല്ലാം നമ്മളുടെ ശരിക്കും ബ്രേക്ക് ആവുന്നത്. ആ ഒരു നാച്ചുറൽ ഫീൽ ആപ്പിളിൻ്റെ കിട്ടുന്നത് ശരിക്കും ഇങ്ങനെയുള്ള ബ്രേക്കപ്സിലാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത്രയും ചെറിയ ബ്രേക്കപ്സിലാണ് ഇങ്ങനൊരു ഒറ്റ സ്പെക്കുലർ അല്ലാതെ ഇവിടെ എല്ലാം ബ്രേക്ക് ആവുന്നത് ആ ഷേപ്പിൻ്റെ ചെറിയ ചെറിയ മൈക്രോ ഡീറ്റെയിൽസ് അറിയുന്നത് ആ ഒരു ബ്രേക്കപ്സിലാണ്. സോ ആ സെയിം തിങ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രാക്റ്റൽ നോഡാണ്. ഈ ഫ്രാക്റ്റൽ നോഡ് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇതൊരു ലെങ്ത്തിൽ നീളൻ പോലെയാണ് കിടക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റിപ്പീറ്റീവ് സെയിം അല്ല, ഞാൻ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണത്തിൻ്റെ റിപ്പീറ്റേഷൻ കൂട്ടി വെച്ചിരിക്കുക. സോ ഒരു സൈഡിലേക്ക് അത് ലെങ്ത്തിൽ സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ യൂഷ്വലി ഞാൻ ഫ്രാക്റ്റലിൽ കൺട്രോൾ ചെയ്യുക റേഷ്യോയും ലെവൽ മാക്സും ആണ്. സോ അത് വെച്ചിട്ടാണ് ഇങ്ങനൊരു ഡീറ്റെയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് ഈ ഒരു വേവി സ്ട്രക്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ ഒരു സിമ്പിൾ ഒബ്ജക്റ്റുകൾ എടുത്തിട്ട് ഫ്രാക്റ്റൽ നോഡ് ജസ്റ്റ് ഒരു ഷെയ്ഡറിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഡീറ്റെയിൽ അതിൻ്റെ വരുന്നത് അങ്ങനെയൊക്കെ. സോ ഇതാണ് സെക്കൻഡ് ഡീറ്റെയിൽ, ഭയങ്കര സ്മോളായിട്ടുള്ള ഡീറ്റെയിൽ. തേർഡ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് തേർഡും ഫോർത്തും ഡോട്ട്സ് ആണ്. നമ്മൾ ഈ ഒരു ഇതിൽ കണ്ട പോലെ ഇതുപോലത്തെ ഡോട്ടായിട്ടുള്ള സ്ട്രക്ചറാണ് തേർഡ് ആൻഡ് ഫോർത്ത് ഡീറ്റെയിൽ. സോ അത് കാണണമെങ്കിൽ നമുക്ക് ഈ സ്മോൾ ബ്രേക്കപ്സ് ഒന്ന് ഓഫ് ചെയ്യണം, കാരണം ഇതിൻ്റെ ഉള്ളിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ ചിലപ്പോൾ സാധിക്കില്ല. സോ ഇതാണ് ബ്രേക്കപ്സ്. സോ ഞാൻ 2 ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടിൻ്റെ സ്കെയിൽ രണ്ടും വ്യത്യാസമാണ്. ഞാൻ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന മായയുടെ നോഡാണ് ഈ ബ്രേക്കപ്സിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഗ്രാനൈറ്റ് 1ൻ്റെ സ്കെയിലും ഗ്രാനൈറ്റ് 2ൻ്റെ സ്കെയിലും ശ്രദ്ധിച്ചറിയാം. ഗ്രാനൈറ്റ് 1ൽ സ്കെയിൽ ഭയങ്കര ചെറുതാണ്, എണ്ണം ഭയങ്കര കൂടുതലാണ്. ഗ്രാനൈറ്റ് 2 സ്കെയിൽ ഇത്തിരി വലുതാണ്, എണ്ണം വളരെ കുറവ്. സോ ഇങ്ങനെ 2 വേരിയേഷനാണ് ഡോട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു 3 ഡീറ്റെയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റിൽ. സോ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടു ആപ്പിളിൻ്റെ. ഇനി നമുക്ക് ബാക്കിയുള്ള 3 ടെക്സ്ചർ ക്രിയേഷനും കൂടി കാണാം. അതിൽ ഫസ്റ്റത്തെയാണ് ഡിഫ്യൂസ് കളറ്, പിന്നീടുള്ളത് ബമ്പ് ആൻഡ് സ്പെക്കുലർ റഫറൻസ്. സോ ഇതിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പെക്കുലർ കളർ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ടിലേക്ക് ടെക്സ്ചേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഈ PBR വർക്ക് ഫ്ലോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റാലിക് റഫ്നെസ് വർക്ക് ഫ്ലോ ആണ്. സോ അർണോൾഡിൻ്റെ ഷെയ്ഡർ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റാലിക് റഫ്നെസ് വർക്ക് ഫ്ലോ ആണ്. അതിൽ സ്പെക്കുലർ കളേഴ്സ് യൂസ് ചെയ്യുന്ന പരിപാടിയില്ല. നമ്മൾ സ്പെക്കുലറിലുള്ള ബ്രേക്കപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് റഫ്നെസ് വഴിയാണ്. പിന്നീട് സ്പെക്കുലറിൽ കളർ വരുന്നത് മെറ്റാലിക് ഒബ്ജക്ട്സിന് മാത്രമാണ്. സോ ഇതിൽ നമ്മൾ സ്പെക്കുലർ കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് ഡിഫ്യൂസ് കളറിലേക്ക് വരുമ്പോഴത്തേനും ജസ്റ്റ് റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നോർമലി ആപ്പിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു വലിയൊരു കളർ വേരിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് കളർ വേരിയേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചിലപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 കളേഴ്സ് നമുക്ക് മെയിനായിട്ട് കാണാം. ഒരു യെല്ലോ കളറുണ്ട്, ഒരു റെഡ് കളറുണ്ട്. സോ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് കളർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ഈ ഒരു 2 കളർ വേരിയേഷൻ ആയിരിക്കും. ഇപ്പോൾ ഈ എക്സാമ്പിളല്ല, വേറെ ഇപ്പോൾ
ഈ ഒരു എക്സാമ്പിൾ എടുത്താലും നമുക്ക് കാണാം ഇതിലും വലിയൊരു കളർ വേരിയേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് കാണാവുന്നത് ഇങ്ങനെയുള്ള ഒരു പച്ച ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പ് മഞ്ഞ ഈ ഒരു ബേസ് വേരിയേഷൻ മിക്ക ആപ്പിളിലും കാണാൻ പറ്റും. സോ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഈ ഒരു കളർ വേരിയേഷനാണ്. സെക്കൻഡായിട്ട് പിന്നീട് ആ ഒരു വലിയ കളറിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബ്രേക്കപ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ മഞ്ഞയുടെ ഉള്ളിലേക്ക് റെഡ് പോന്നിട്ടുണ്ട്, റെഡിൻ്റെ ഉള്ളിൽ ചില മഞ്ഞ കാണാം. സോ ഈ ഒരു ബ്രേക്കപ്സ് ചിലപ്പോൾ ചില ആപ്പിൾസിലെ സ്ട്രൈപ്സ് പോലെ കാണാൻ പറ്റും, ലോങ് ആയിട്ട് സ്ട്രെച്ചി പോലെ. ഇതിലത് ശരിക്കറിയാം രണ്ട് ഇടവിട്ടുള്ള രണ്ട് കളറിൻ്റെ ചെറിയ ചെറിയ ബ്രേക്കപ്സ്. സോ ഇത് രണ്ടാമത്തെ ബ്രേക്കപ്സ് ആയിട്ടും പിന്നീട് ഈ ഒരു ആപ്പിളിലേക്കുള്ള പോലെ ഈ ഡോട്ട്സ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ കാണിച്ച പോലെ ഈ ഡോട്ട്സാണ് മൂന്നാമത്തെ കളർ വേരിയേഷനായിട്ട് തിരഞ്ഞെടുത്തത്. സോ ഈ 3 കളർ വേരിയേഷനാണ് നമ്മൾ ഡിഫ്യൂസ് കളറിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഡിഫ്യൂസ് കളറിനും ലെയറാണ് ബേസിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലെയറാണ് ഡിഫ്യൂസ് കളറിലേക്ക് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ ബേസ് കളറിലേക്ക് പോകുന്നത്. സോ ഇതിലാണ് ഓരോ ലെയറായിട്ട് ഓരോരോ ഒബ്ജക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൽ വന്നിരിക്കുന്നത് ഒരു ബ്ലെൻഡാണ്. സോ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആപ്പിളിൻ്റെ ഇതാണ് ഫസ്റ്റ് ലെയർ. സോ ഇതിൽ ഏറ്റവും ബേസിക്കായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഫ്ലാറ്റ് നോഡാണ്. ഇതിൽ രണ്ട് ഫ്ലാറ്റ് കളേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലെൻഡറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രാക്റ്റലാണ്. സോ ഇതിലെ വേരിയേഷൻ വളരെ സട്ടിലായിട്ടുള്ളൊരു വേരിയേഷനാണ്. രണ്ട് കളറും കൂടി ജസ്റ്റ് ബിഗർ ആ ഒരു വലിയ വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു കളർ വേരിയേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ. സോ ഈ ഒരു കളർ വേരിയേഷനിലാണ് ഈ രണ്ട് കളറ് ബ്ലെൻഡ് ആകുന്നത്. ആ രണ്ട് കളർ ബ്ലെൻഡായിട്ടാണ് ഈ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത്. സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീം നമുക്ക് കറക്റ്റായിട്ട് വിസിബിളാണ്. സോ ഈ ഒരു സീം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സെയിം കളർ വേരിയേഷൻ ഉപയോഗിച്ചിട്ട് വേറൊരു ബ്ലെൻഡിൽ വേറൊരു വേരിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു വേറൊരു ബ്ലെൻഡ് കളറാണ്. ഇതിൽ ബ്ലെൻഡറിൽ വേറൊരു ഫ്രാക്റ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫ്രാക്റ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്റ്റലിന് ഞാൻ UV ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫ്രാക്റ്റൽ യൂസ് ചെയ്യുന്ന UV മെയിൻ UVയുടെ അല്ല. കാരണം ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ബ്ലെൻഡിൽ സീം ഇവിടെ വിസിബിളാണ്, പക്ഷേ ഈ ബ്ലെൻഡിൽ ഇവിടെ സീമില്ല. ഇതിൻ്റെ സീമും ഇവിടെ ഫ്രണ്ടിലാണ്. സോ ഇതിനായിട്ട് ഞാൻ UV ലിങ്ക് ചെയ്തിരിക്കുന്നത് കാണിക്കാനായിട്ട് ഇപ്പോൾ ആപ്പിളിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് UV സെറ്റിൽ UV ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ സോ ഇതാണ് നമ്മളുടെ മെയിൻ മാപ്പ് 1. അതായത് മെയിനായിട്ടുള്ള ഫസ്റ്റത്തെ UV സെറ്റ്. ഇതിലേക്കാണ് ബാക്കി എല്ലാ നമ്മളുടെ ഈ ഫ്രാക്റ്റൽസ് ഏത് നോട്ട്സ് ആയാലും എല്ലാം കണക്റ്റ് ആയിരിക്കുന്നത് ഇതിലേക്കാണ്. രണ്ടാമത്തെ സെറ്റിലേക്ക് കണക്റ്റ് ആയിരിക്കുന്നത് ഫ്രാക്റ്റൽ 5 ആണ്, അതായത് ഈ നോഡ്. അതുകൊണ്ടാണ് ആ UV തരത്തിൽ ഇത് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഇതിൽ UV ചൂസർ സെലക്ട് ആയിട്ടുണ്ട്. ഇത് ഞാൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രാക്റ്റൽ പഴയ പോലെ തന്നെ ആ ഒരു പഴയ നമ്മളുടെ മെയിൻ UV യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ UV ലിങ്ക് ബ്രേക്ക് ആയതുകൊണ്ടാണ് അത് വീണ്ടും ആ ഒരു ഫസ്റ്റ് UV യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ നമുക്ക് വീണ്ടും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. വ്യത്യാസം മനസ്സിലായില്ല. സോ എന്നിട്ട് ഇത് രണ്ടും കൂടെ ഞാൻ വീണ്ടും അടുത്തൊരു ബ്ലെൻഡ് കളർ വെച്ചിട്ട് ഫസ്റ്റ് UV യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ബ്ലെൻഡും ഇത് കൂടെ വീണ്ടും ബ്ലെൻഡ് ചെയ്യുകയാണ് ഈ ഒരു AI യൂസർ ഡാറ്റ കളർ വെച്ചിട്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വെർട്ടെക്സ് കളർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മാസ്ക് യൂസ് ചെയ്തിട്ടാണ്. സോ വെർട്ടെക്സ് കളറിൻ്റെ റെഡ് ചാനൽ ഇതിൽ നിന്ന് ബ്ലെൻഡറിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ ഇതിൽ
യു വി ഇത്രയ്ക്ക് വിസിബിളായിരുന്നു. ഇതിൽ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇല്ലാതായി. സോ ഇവിടെ ഇത്തിരി കാണാം, കാരണം ഇതിൽ റെഡ് ചാനൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റെഡിൻ്റെ ചാനൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം 0.75, അതായത് 75% ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് യു വി കുറച്ചുകൂടെ വിസിബിളായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിതിലൊരു റേഞ്ചോ കളർ കറക്റ്റോ ഇട്ടിട്ട് ഇതിൻ്റെ വാല്യൂ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടലി എന്താ പറയുക, ആ യു വി ഇത് പോയി. ഇപ്പോൾ ഇത് നേരിട്ടാണ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ അത് വിസിബിളായിരുന്നു. നമ്മളൊന്ന് വാല്യൂ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അത് പോയി. ഇതാണ് ഞാൻ യു വിയുടെ സീം കളയാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ബേസ് ലെയറിൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ലെയറിലൊന്നും ഇത് അത്രയധികം അഫക്റ്റായിട്ട് കണ്ടില്ല. സോ അതിൻ്റെ സെക്കൻഡ് ലെയറിലും സെയിം തിങ്, ഈ ഒരു മാസ്ക് വെച്ചിട്ട് രണ്ട് തരം കളർ വേരിയേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. ഫസ്റ്റിൽ തന്നെ ഇത് ഓക്കെ ആയിരുന്നു. സോ ഇതാണ് നമ്മളുടെ ബേസ് ലെയർ. രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷനാണ്. ഓവറോൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് കളർ മാത്രമാണ്. എന്നിട്ട് ഇതിന് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു നോഡാണ്, ഒരു മാർബിൾ എന്ന് പറയുന്ന നോഡ്, മായയുടെ ഇൻബിൽറ്റ് നോഡാണ്. സോ ഇതെല്ലാം ജസ്റ്റ് ഓവറോൾ ആ ടെക്സ്ചറിനെ ഒന്നുകൂടി ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ ഒരു ഒബ്സർവേഷൻ്റെ ഇതാണ്. വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ഫ്ലാറ്റ് റെഡ് കളർ ഇവിടെ കാണുന്ന ഇതിനെയും കുറച്ചുകൂടി ബ്രേക്ക് ചെയ്യാമായിരുന്നു. സോ ഇതെല്ലാം നമ്മളുടെ ഒരു നിരീക്ഷണങ്ങളാണ്. നമ്മളെങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല. ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ഡീറ്റെയിലൂടെ അങ്ങനെ ബ്രേക്ക് ചെയ്യണം തോന്നി, അല്ലെങ്കിൽ ഓവറോൾ റെഡ് കൂടുതലായിട്ട് തോന്നി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടി യെല്ലോൻ്റെ ഡെൻസിറ്റി കുറച്ചും കൂടി കൂട്ടുക എന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു ഡീറ്റെയിൽ ചെറിയൊരു സട്ടിലായിട്ടുള്ളൊരു ഡീറ്റെയിലും കൂടി കൊടുത്തത്. ആൻഡ് തേർഡ് ലെയർ നേരത്തെ നമ്മൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റിൽ ഓവറോൾ സ്ട്രെച്ച് ആയിട്ടുള്ള പാറ്റേൺ ബ്രേക്കപ്സ് കാണിച്ച പോലെ തന്നെ സെയിം തിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലും വേരിയേഷൻ എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഇതിനെല്ലാത്തിനെയും മിക്സിൻ്റെ ഒപ്പം തന്നെ ഓപ്പറേഷൻ ഓവർറൈറ്റ് ചെയ്യണം. അതായത് ഓവർറൈറ്റ് മോഡിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് താഴത്തെ ലെയറുമായിട്ട് ബ്ലെൻഡ് ആവില്ല, നേരെ ഓവർറൈറ്റ് ചെയ്യണം. സോ അതിൽ മിക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മിക്സിൽ ശ്രദ്ധിക്കേണ്ടത് മിക്സിൻ്റെ ബ്ലെൻഡ് ആവാതിരിക്കാനായിട്ട്, അതായത് ഒപ്പാസിറ്റി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ മിക്സിൻ്റെ കളർ എപ്പോഴും പ്യുവർ വൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും ഒപ്പേക്കായിട്ട് ഇത് വരും. സോ നമുക്ക് ഇതിൻ്റെ ലെയർ 3യുടെ മിക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ലെയർ 3യുടെ മിക്സിൽ 3 നോട്ട്സ് ബ്ലെൻഡ് ചെയ്തിട്ടാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഫ്രാക്റ്റൽ നോയ്സും കൂടെ കമ്പൈൻ ചെയ്ത് വേറൊരു ലെയർ RGB വെച്ച് കമ്പൈൻ ചെയ്തിട്ട് അതാണ് മിക്സിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഫ്രാക്റ്റലിൽ ഞാൻ എല്ലാം സ്ട്രെച്ചി ആയിട്ടുള്ള ഒരു ലുക്കാണ്. എമൗണ്ട് ഓഫ് ഡീറ്റെയിലിൻ്റെ കുറവ് കൂടുതൽ, അതൊരു വേരിയേഷനിലാണ് ഇത് മിക്സ് ചെയ്യാൻ കാരണം. സോ സെക്കൻഡ് ഫ്രാക്റ്റൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് ഫ്രാക്റ്റൽ. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒത്തിരി ബ്ലറായിട്ടുള്ള പോലുള്ളൊരു ഡീറ്റെയിലാണ്. ഇത് കുറച്ചും കൂടി ക്രിസ്പായിട്ടുള്ള ഡീറ്റെയിലാണ്. ആൻഡ് തേർഡ് നോയ്സ് പിന്നെയും കുറച്ചും കൂടി ഓവറോൾ ബ്ലറായിട്ടുള്ള ഡീറ്റെയിൽ. സോ ഇത് മൂന്നും കൂടെ ഒരു ലെയർ RGBയിലിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഞാൻ മിക്സ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഓപ്പറേഷൻ വഴിയാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. സോ രണ്ടാമത്തെ മൂന്നാമത്തെ ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് ബേസ് ലെയറിലേക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനൊരു ഓവറോൾ ബ്ലെൻഡിങ് ഉണ്ടാക്കിയേക്കാണ്. സോ ഇതാണ് നമ്മൾ മിക്സിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് മൂന്നാമത്തെ ലെയർ. അത് കഴിഞ്ഞ് നാലാമത്തെ ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും സെയിം ഡീറ്റെയിൽ തന്നെ കുറച്ചുകൂടി ഒരു കളർ വേരിയേഷനിൽ പിന്നെ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഫോർത്ത് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ലെയറിലെ മിക്സ് സെയിം തന്നെ, സെയിം ഫ്രാക്റ്റൽസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സൈസിലും ഡീറ്റെയിലും കുറച്ചൊരു ചെറിയ വേരിയേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിം തിങ് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ സെറ്റിങ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആണ് ചെയ്തിരിക്കുന്നത്. വേറൊരു കളറിൽ ഒരു കളർ വേരിയേഷൻ, അതായത് ഈ ഒരു യെല്ലോ ഏരിയയിൽ കുറച്ചും കൂടി റെഡ് പോപ്പപ്പ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് റെഡ് കളറിൽ ഒരു വേരിയേഷൻ. സോ ഇതിൻ്റെ എല്ലാം മിക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം
നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീറെൻഡർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന വേയിലേക്ക് വരുന്നത് വരെ നമ്മൾ റീറെൻഡ് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണിത്. സോ നെക്സ്റ്റ് ടൈം ഒരു ചെറിയ എന്തെങ്കിലും ഒരു ബേസ് സബ്ജക്റ്റ് എടുത്തിട്ട് പ്രൊസീജിയറൽ ടെക്സ്ചറിങ്ങിൻ്റെ ഈ ഫാക്ടറിലൂടെ നോസിലൂടെ ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് 1 by 1 ടെസ്റ്റ് റെൻഡർ ചെയ്യുമ്പോഴും എത്രത്തോളം ലെങ്തിയാണ് ഈ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സോ ലെയർ 5ഉം 6ഉം നമ്മളുടെ നോക്കിക്കഴിഞ്ഞാൽ ലെയർ 5ൻ്റെയും 6ൻ്റെയും ജസ്റ്റ് കളേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ മിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്സ് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ച ഗ്രാനൈറ്റിൻ്റെ ഉള്ളിൽ. സോ ഈ ഗ്രാനൈറ്റിനെ തന്നെയാണ് നമ്മൾ മാസ്ക് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കളർ വേരിയേഷന് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആപ്പിളിൽ ഒരു കളർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനൊരു ബമ്പിൻ്റെ ഇതിലോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിലോ സ്പെക്കുലറിലോ വേരിയേഷൻ വരും. സോ ഒരു നാച്ചുറലായിട്ട് ഒബ്ജക്ട്സിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്, സ്ട്രക്ചർ അങ്ങനെയാണ്. കളർ വേരി ആവുന്നത് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് വേരി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു കളർ വേരിയേഷനും അതിൻ്റെ സ്ട്രക്ചറിലുള്ള വേരിയേഷനും ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ അതിന് കളർ വേറെ ആണെങ്കിൽ അതിനനുസരിച്ച് അതിനൊരു ബമ്പും വേറെ ആയിരിക്കും. സോ അതിനനുസരിച്ച് അവിടെ സ്പെക്കുലർ ബ്രേക്ക് ആവും. സോ ഇതെല്ലാം എന്താണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പ്രൊസീജിയറലി പ്രോപ്പറായിട്ടുള്ളൊരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സെയിം പാറ്റേൺസ് തന്നെയാണ് ശരിക്കും കളർ വേരിയേഷനിൽ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. സോ ഇതിൽ 2 വേരിയേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒന്ന് വലിയ ഡോട്ട്സും രണ്ടാമത്തെ ചെറിയ ഡോട്ട്സും. സോ ഞാൻ അതിന് രണ്ടിനും 2 തരം കളർ കൊടുത്തു, ഒന്ന് ബ്ലാക്കും ഒന്ന് ചെറിയ നേരിയൊരു വൈറ്റ് കളർ. സോ ഇതാണ് നമ്മളുടെ ഡിഫ്യൂസ് കളറിലുള്ള വേരിയേഷൻസ്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂസിൽ ഇങ്ങനെയുള്ള ലെയറിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ പിന്നീട് ബമ്പിലേക്ക്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത സെയിം വേരിയേഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഓരോ ലെയർ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ബമ്പിലും സെയിം. ഇപ്പോൾ ഈ ഡോട്ടിൻ്റെ ബമ്പ് സെപ്പറേറ്റ് നമുക്ക് ലെയർ വൈസ് മിക്സിൽ കൺട്രോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഓരോരോ സെപ്പറേറ്റ് ലെയേഴ്സിനും ഓരോരോ സെപ്പറേറ്റ് ബമ്പ് വാല്യൂ നമുക്ക് വേണമെങ്കിൽ ലെയറിൽ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഓൾറെഡി ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇത്രയധികം ഡീറ്റെയിൽ കൊടുത്ത് അത്യാവശ്യത്തിന് ബ്രേക്കപ്സ് എനിക്ക് കിട്ടിയതുകൊണ്ട് ബമ്പ് ഞാൻ അത്രയധികം യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡിഫ്യൂസ് കളറിൽ നിന്ന് തന്നെ നേരിട്ട് ഞാനൊരു അതിൻ്റെ ഒരു ഗ്രീൻ ചാനൽ മാത്രം സെലക്ട് ചെയ്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫ്യൂസ് കളറിൻ്റെ ഗ്രീൻ ചാനൽ മാത്രം എടുത്തിട്ടാണ് നമ്മൾ സ്പെക്കുലർ റഫ്നെസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പിലായാലും സ്പെക്കുലർ റഫ്നെസ്സിലായാലും നമുക്ക് ഈ ഓരോ ലെയറിൻ്റെയും ഡീറ്റെയിലിന് സെപ്പറേറ്റ് സ്പെക്കുലർ റഫ്നെസ് വാല്യൂസ് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് ഓൾറെഡി ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് വഴി നല്ല രീതിക്കുള്ളൊരു സ്പെക്കുലർ ബ്രേക്കപ്സ് കിട്ടിയതുകൊണ്ടും പിന്നീട് ഇതിൽ അങ്ങനെ സെപ്പറേറ്റ് കൺട്രോൾ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ ലെയർ ഒരു ഗ്രീൻ ചാനൽ മാത്രം സെലക്ട് ചെയ്ത് അതിനെ ജസ്റ്റ് ഒന്ന് AI റേഞ്ച് വെച്ച് ജസ്റ്റ് വാല്യൂസ് ഒന്ന് കൺട്രോൾ ചെയ്ത് എനിക്ക് ആവശ്യമുള്ള ഒരു റഫ്നെസ് വാല്യൂയിലേക്ക് കൊണ്ടുവന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിലും ഞാനൊരു AI ലെയർ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ബേസ് വാല്യൂ റഫ്നെസ് എന്ന് പറയുന്നത് ഒരു 0.2 വേണമെന്ന് തോന്നി. അതിൻ്റെ മേലേക്കാണ് പിന്നീട് ഈ ഒരു വാല്യൂ ആഡ് ചെയ്തിരിക്കുന്നത് 0.4. സോ എൻ്റെ ഫൈനൽ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ 0.2ലും 0.4നും ഇടയിലുള്ളൊരു വാല്യൂ ആയിട്ടായിരിക്കും എനിക്ക് റഫ്നെസ് കിട്ടുക. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള വർക്ക് ഫ്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഓരോന്നിൻ്റെയും ടെക്സ്ചർ ഉപയോഗിച്ച ഇത് തന്നെ ആസ് എ മാസ്ക് മിക്സിലേക്ക് ക്രിയേറ്റ് ചെയ്ത് അതിന് ഓരോന്നിനും നമ്മളിപ്പോൾ ഈ ഒരു മിക്സിൽ ഈ ഒരു വാല്യൂ കൊടുത്തിരിക്കുന്ന പോലെ നെക്സ്റ്റ് ഒരു ബ്രേക്കപ്സ് താഴത്തെ ലെയർ 3ലേക്ക് ആഡ് ചെയ്ത് അതിന് സെപ്പറേറ്റ് ഒരു വാല്യൂ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എനിക്കിവിടെ അതിൻ്റെ ആവശ്യമില്ലാഞ്ഞുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. സെയിം തിങ് ബമ്പിൽ നോക്കിക്കഴിഞ്ഞാലും ഇവിടെയും ഫ്രാക്റ്റൽസും പിന്നെ ഈ ഒരു സെയിം നമ്മൾ നേരത്തെ കണ്ട ബ്രേക്കപ്സിന് യൂസ് ചെയ്തിരിക്കുന്ന റേഞ്ച് ലെയേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബമ്പിലേക്കും വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നല്ലൊരു രീതിക്കുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് ബമ്പ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെക്കുലറിന് അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം ഒരു സട്ടിൽ ലെവലിൽ കൂടുതൽ ബമ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്പെക്കുലറിനെ മൊത്തമായിട്ട് അത് കട്ട് ചെയ്ത് കളയും. സോ ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര സട്ടിലായിട്ട് ബമ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബമ്പിൻ്റെ ലെയറിൻ്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ 0.002 ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 0.002 0.003 അത്രയ്ക്ക് ഭയങ്കര സട്ടിലായിട്ടുള്ള വാല്യൂസാണ്.
സോ ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ള ലെയറിങ്ങും ഈ ബ്രേക്കപ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊസീജിയറൽ ടെക്സ്ചറിങ്ങിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ ഒരിക്കലും ഇതിനെ ഒരു ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്സർവേഷനാണ് ശരിക്കും. നമ്മൾ ഇതിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളത് പ്ലാനിങ് ചെയ്യേണ്ടത്. കാരണം എൻ്റെ ഒബ്സർവേഷൻ ആണ് ഞാനിവിടെ ഇത്രയും പറഞ്ഞത്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഇത് മൊത്തമായിട്ട് ഒറ്റ ലെയറിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതെല്ലാം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പ്രൊസീജിയറലി ചെയ്യുമ്പോഴത്തേക്കും ഒരൊറ്റ നോഡ് കൊണ്ടൊന്നും ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല. അപ്പം നമ്മൾ അതിനെ അതിലെ ഓരോ എലമെൻറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് കണ്ട് അതിനെ എങ്ങനെ മായയിൽ ഏത് നോഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിരീക്ഷിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വർക്ക് ഫ്ലോ മനസ്സിലാവുന്നത്. പിന്നീട് അതിന് ചിലപ്പോൾ ഒരു നോഡ് നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നീട് എന്നിട്ട് മായയിൽ വന്ന് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത് ആ നോഡ് വെച്ചിട്ട് എക്സാക്ട്ലി ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരു നോഡ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് അത് രണ്ടും കൂടി ചിലപ്പോൾ മെർജ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുക. സോ ഇത് മോസ്റ്റ്ലി നമ്മളുടെ ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അതായത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ആ ഓരോ നോട്ട്സ് ഇടുമ്പോഴും എത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, എത്രത്തോളം ഏതൊക്കെ റിസൾട്ടാണ് ഇനി വരാനുള്ളത്, എന്താണ് മിസ്സിങ്, അതിനെ ആഡ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള മൈൻഡിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതും അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് റിസൾട്ട് ആക്യുറേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആൻഡ് പ്രൊസീജിയറൽ ടെക്സ്ചറിങ്ങിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തിരിയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലുള്ള ഷെയ്ഡിങ് ആണ്. സോ ഇതിലേക്ക് ചിലപ്പോൾ നിങ്ങൾ തുടക്കത്തിലൊന്ന് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവലിലേക്ക് പോകണമെന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേനും ഓരോ ഡീറ്റെയിലും കൊടുത്തിട്ട് പിന്നീട് ആ സെയിം ഡീറ്റെയിൽ തന്നെ വേറൊരു ഇപ്പോൾ ഡിഫ്യൂസ് കളറിൽ കൊടുത്ത ഡീറ്റെയിൽ തന്നെ സ്പെക്കുലറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യണം, ഏത് രീതിക്ക് ആണ് പോകേണ്ടത്, നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ആവാം. ചിലപ്പോൾ ഒരു ഡീറ്റെയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് 1, 2 അല്ലെങ്കിൽ 3, 4 നോഡുകൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയി പോവാം. സോ ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ബേസിക് എന്ന രീതിയിൽ ചെറുതിന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ചെറിയ ഡീറ്റെയിൽ മാത്രം എടുത്തിട്ട് അതെങ്ങനെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് പ്രൊസീജിയറൽ ആണെങ്കിൽ പോലും ഒരിക്കലും പ്രൊസീജിയറൽ നോട്ട്സ് റെൻഡർ ടൈം കൂട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നോഡിനും റെൻഡർ ടൈമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്ക് ഫ്ലോ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും കുറവ് നോഡിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ആൻഡ് അതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴേ വരുള്ളൂ. ഒറ്റയടിക്ക് തന്നെ ഇത്രയും വലിയൊരു നോഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാമെന്നൊന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നെന്ന് വരില്ല. അത് നമ്മൾക്ക് കൂടുതലും ഒരു കോൺഫിഡൻസിനേക്കാളും കൂടുതൽ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ തരിക. സോ എപ്പോഴും ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് സോ നമ്മൾ പ്രൊസീജിയറൽ ടെക്സ്ചറിങ് എന്നുള്ള രീതിയിൽ ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡിങ് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഡർ ലെവലിൽ ഓൾറെഡി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്ചറിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഷെയ്ഡർ ലെവലിൽ കൂടുതൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ബേസ് കളറിൽ ജസ്റ്റ് ആ ടെക്സ്ചർ കണക്ട് ചെയ്തു, സ്പെക്കുലർ റിഫ്ലക്ഷൻ ടെക്സ്ചർ കണക്ട് ചെയ്തു. പിന്നീട് ട്വീക്ക് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് IOR എന്ന് പറയുമ്പോഴത്തേനും യൂഷ്വലി ഓർഗാനിക് മെറ്റീരിയൽസിന് 1.3 to 1.5 ആ ഒരു റേഞ്ചിനുള്ളിലേ വരാറുള്ളൂ. സോ നമുക്ക് സ്പെക്കുലറിൽ ഓക്കെ എന്ന് തോന്നിയൊരു വാല്യൂ ഇട്ടേക്കാണ് ഇത്. യൂഷ്വലി നമുക്ക് വേണമെങ്കിൽ ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ ഇപ്പോൾ ആപ്പിളിൻ്റെയൊക്കെ ജസ്റ്റ് നെറ്റിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം ആപ്പിളിൻ്റെ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എത്രയാണെന്നുള്ളത്. അതിനനുസരിച്ച് വേണമെങ്കിൽ വാല്യൂ കണക്ട് ചെയ്യാം. ഇവിടെ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് ഓക്കെ എന്ന് തോന്നിയൊരു വാല്യൂ ഇട്ടേക്കാണ്. പിന്നീട് രണ്ടാമത്തെ കാര്യം യൂസ് ചെയ്തിരിക്കുന്നത് ട്രിപ്ലസ് ആണ്. ഇതിന് ഒരു ഓർഗാനിക് മെറ്റീരിയൽസിന് എന്തായാലും നമുക്കൊരു എന്താ പറയുക സബ്സർവർ സ്കാറ്ററിങ് ഉണ്ടാകും, ആപ്പിളിന് ഉറപ്പായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ട്രിപ്ലസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, ഏത് വാല്യൂ വർക്കാവുന്നു എന്നുള്ളത്. സോ ഞാനിതിൽ ഒരു 80% ട്രിപ്ലസും 20% ഡിഫ്യൂസും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സബ്സർഫസ് കളറിലേക്ക് സെയിം ഡിഫ്യൂസ് കളർ തന്നെയാണ് ഇതിൻ്റെ സബ്സർഫസ് കളറിലേക്കും പോയിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ റേഡിയസിൽ അതായത് സ്കാറ്റർ കളറ് ശരിക്കും ആപ്പിളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴമ്പിൻ്റെ സ്കാറ്റർ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് വൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും ചിലപ്പോൾ സ്കാറ്റർ വരേണ്ടിയിരുന്നത്. പക്ഷേ ഓൾറെഡി ഇതിൻ്റെ സ്കിന്ന് ഭയങ്കര റെഡിഷ് കളർ ആയതുകൊണ്ട് ഞാൻ സ്കാറ്റർ കളർ ചെയ്തതും റെഡിഷ് തന്നെയാണ്. ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഫ്യൂസ് കളറിനെ തന്നെ ഒരു AI കമ്പോസിറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് സെക്കൻഡ് കളറ് ഞാനൊരു റെഡിഷ് കളറ് കൊടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം 2 കളറും കൂടെ. സോ ഇത്
നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫ്യൂസ് കളർ ഇതാണ്. സോ കമ്പോസിറ്റ് വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മളുടെ കമ്പോസിറ്റിൻ്റെ കളർ. സോ ഇതാണ് സ്കാറ്റർ കളറായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. എനിക്ക് വേറെ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നും തോന്നിയില്ല. ബിക്കോസ് ആ ഒരു അത്രയും ഡാർക്കായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും സ്കാറ്റർ എങ്ങനെയാണ് അധികം സ്കാറ്റർ ഓവറോൾ ഭയങ്കരമായിട്ടുള്ള സ്കാറ്റർ കാണാനും പോകുന്നില്ല, എന്നാൽ സ്കാറ്റർ ഇല്ല എന്നുള്ളൊരു ഫീലും ആയിരിക്കില്ല. സോ ആ ഒരു കളറ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽ എനിക്ക് ഓക്കെ ആയിരുന്നു. സോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഇതിൻ്റെ ഡിഫ്യൂസ് വളരെ സട്ടിലാണ്. ആൻഡ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത് ട്രിപ്ലസിന്നാണ്. നമ്മളുടെ ടെക്സ്ചർ കളർ തന്നെയാണ് ഡിഫ്യൂസ് ട്രിപ്ലസ് ആൽബിഡോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതാണ് ആപ്പിളിൻ്റെ ഷെയ്ഡർ. ട്രിപ്ലസിൻ്റെ വാല്യൂസ് ചെയ്യുന്നതും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ട്യൂട്ടോറിയൽ കാണാം. നെക്സ്റ്റ് സ്റ്റെമ്മിൻ്റെ ഷെയ്ഡർ നോക്കാം. സോ സ്റ്റെമ്മിൻ്റെയും ആപ്പിളിൻ്റെ ഷെയ്ഡർ ചെയ്തിരിക്കുന്ന പോലെ തന്നെയുള്ളൊരു മെത്തേഡാണ് ഈ സ്റ്റെമ്മിനും ഫോളോ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റെമ്മിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെമ്മിനും ഡിസ്പ്ലേസ്മെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഫ്രാക്ടലിനോടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രാക്ടലിന് നമ്മൾ റിപ്പീറ്റേഷൻ കൊടുത്തിട്ടാണ് ആ ഒരു ലെങ്ത്തിൽ സ്ട്രെച്ച് ആയിട്ടുള്ളൊരു ഫീല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന് ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒറ്റ ടെക്സ്ചർ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടെ സ്കെയിലിൽ തന്നെയാണ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു ഫ്രാക്ടലിൽ കിട്ടുന്ന ബ്രേക്കപ്സ്. ആൻഡ് ഈ സെയിം ഫ്രാക്ടൽ തന്നെയാണ് ബ്ലെൻഡ് കളറിലേക്ക് പോകുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു കളർ വേരിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാമ്പ് യൂസ് ചെയ്തിരിക്കുകയാണ്. റാമ്പ് വഴിയാണ് ലെങ്ത്തിലുള്ള ഈ ഒരു കളർ വേരിയേഷൻ. ആ റാമ്പിനെ എന്നിട്ട് ഫ്രാക്ടൽ ഉപയോഗിച്ച് വേറൊരു കളറായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിലാണ് എനിക്ക് ചെറിയ ചെറിയ ബ്രേക്കപ്സ് ഇതിൽ കിട്ടുന്നത്. ആൻഡ് സ്റ്റെമ്മിനും നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്ലസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റേഡിയസിലേക്ക് ഫ്ലാറ്റ് ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊന്നും റേഡിയസ് ഭയങ്കരമായിട്ട് കാണില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട്. സോ ഇത് രണ്ടുമാണ് ബേസിക് രണ്ട് ഷെയ്ഡേഴ്സ്. പിന്നീട് വരുന്നത് നമ്മളുടെ വാട്ടർ ഡ്രോപ്സിൻ്റെ ഷെയ്ഡേഴ്സാണ്. വാട്ടറിൻ്റെ ഷെയ്ഡറെല്ലാം വളരെ സിമ്പിളാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്സ് ഷെയ്ഡറിന് രണ്ട് ഷെയ്ഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിലെ ഡ്രോപ്സിന് ഒരു ഷെയ്ഡറും എയർ ഡ്രോപ്സിന് വേറൊരു ഷെയ്ഡറും. ബിക്കോസ് രണ്ടിൻ്റെയും ഒരു ഫിസിക്കലി ലുക്ക്, ആ ഒരു ലൈറ്റിംഗ് റെഫറൻസിലെ ലുക്ക് രണ്ടും വ്യത്യാസമായിരുന്നു. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിക്കലി ഉള്ള പ്രിഫറൻസാണ്. നമ്മൾ ഫിസിക്കലി വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നീട് മാച്ച് ആവാത്ത ചില കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുമായിരുന്നു. അതിൽ നോർമലി നമ്മൾ ട്രാൻസ്മിഷനിൽ ഫുൾ വാല്യൂ ആണ് വെക്കുക, ഡിഫ്യൂസോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എനിക്ക് വാട്ടർ കുറച്ചുകൂടി ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആവാതെ കുറച്ച് ഡാർക്കായിട്ട് വേണമായിരുന്നു. കാരണം ഓൾറെഡി ഗ്രൗണ്ട് നല്ല ഡാർക്കാണ്. വാട്ടറിൻ്റെ ഷേപ്പിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്സ് ആയില്ല, ശരിക്കും ഇത്തിരി ഡാർക്കായിട്ടുള്ള വാട്ടർ ഡ്രോപ്സ് ആയിരുന്നു നമുക്ക് ആ ഒരു റെഫറൻസ് വെച്ചിട്ട് വേണ്ടി വന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തുള്ളികൾ നോക്കിക്കഴിഞ്ഞാൽ ഡാർക്കായിട്ടുള്ള ഡ്രോപ്സ് ആണല്ല, ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. സോ സെയിം തിങ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ട്രാൻസ്പെറൻസി വെയിറ്റ് ഫുള്ള് വെക്കാതെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കുറച്ച് ബേസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട്. റഫ്നെസ് 0.01, വാട്ടറിൻ്റെ IOR 1.33 ആണ്. അത് രണ്ടാമത് എയർ ഡ്രോപ്സിന് വേണ്ടിയിട്ട് ഉള്ള ഷെയ്ഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ട്രാൻസ്മിഷൻ ഫുള്ളായിട്ടുള്ളൊരു ഷെയ്ഡറാണ്. പക്ഷേ ഇതിൽ എനിക്ക് സ്പെക്കുലർ കുറച്ചും കൂടി നന്നായിട്ട് ക്യാച്ച് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. കാരണം ബിക്കോസ് ആ ഡിഫോക്സ് വരുമ്പോൾ ബൊക്കേസ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെക്കുലർ റഫ്നെസ് കുറച്ച് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഷെയ്ഡർ ലെവലിൽ ഇതെല്ലാം ആർട്ടിസ്റ്റിക്കലി എടുത്ത ഡിസിഷനാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഷെയ്ഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫിസിക്കാലിറ്റി ബ്രേക്ക് ചെയ്യാതെ തന്നെ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡർ ഫൈനൽ ഔട്ടുമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു സീനിൽ വരുമ്പോഴത്തേക്കും ഫൈനൽ ഔട്ടായിട്ട് മാച്ച് ചെയ്യേണ്ട രീതിയിൽ പിന്നീട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഈ ഒരു ഗ്രൗണ്ട് ഡ്രോപ്സിൻ്റെ ട്രാൻസ്മിഷൻ വാല്യൂ കുറച്ചിരിക്കുന്നത്, എയർ ഡ്രോപ്സിൽ സ്പെക്കുലറിൻ്റെ വാല്യൂ റഫ്നെസ് 0.2 വെച്ചിരിക്കുന്നതെല്ലാം ഇതെല്ലാം ക്രിയേറ്റീവ് ഡിസിഷൻസാണ് നമ്മളുടെ ഫൈനൽ ഔട്ടുമായിട്ട് മാച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ ഇതാണ് നമ്മുടെ 4 ഷെയ്ഡർ.
പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ ഷെയ്ഡർ. ഗ്രൗണ്ട് ഷെയ്ഡറിൽ നോക്കിക്കഴിഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഡാർക്ക് കളറിലുള്ള ഒരു ബേസ് കളറ്, ചെറിയൊരു ബ്രേക്കപ്സിനായിട്ടുള്ള ബമ്പിലും ഫ്രാക്റ്റൽ തന്നെയാണ് നമ്മൾ പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു സ്പെക്കുലർ ബ്രേക്കപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട്. അത്രയും ക്ലോസിൽ ക്യാമറ പോകുമ്പോഴത്തേനും ഗ്രൗണ്ട് ഫ്ലാറ്റായി കിടന്നു കഴിഞ്ഞാൽ അതൊരു ഭംഗിക്കുറവാണ് ശരിക്കും. സോ ആ ഒരു ഭംഗിക്കുറവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഡ്രോപ്സിൻ്റെ ഇടയിൽ കൂടി വാട്ടർ ഡ്രോപ്പ് ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ചെറിയ എന്തോ ഒരു ഡീറ്റെയിൽ ഉള്ള പോലെ അല്ലെങ്കിൽ ബ്രേക്കപ്സ് ഉള്ള പോലെ നമുക്ക് ഒരു ഫീൽ ഉണ്ട്. സോ ആ സെയിം ഫീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്റ്റിൽ വെച്ച് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ സ്പെക്കുലറിലും സെയിം ഫ്രാക്റ്റിൽ യൂസ് ചെയ്തിരിക്കുകയാണ്. സോ ഓവറോൾ ആ ഒരു ബ്രേക്കപ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇത്രയുമാണ് നമ്മളുടെ സീനിലെ ഷെയ്ഡേഴ്സ്. ആൻഡ് വൺ ലാസ്റ്റ് തിങ്, വിട്ടുപോയൊരു കാര്യം, ഇപ്പോൾ ആപ്പിള് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൽ അത്രയും ഡീറ്റെയിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സബ് ഡിവിഷൻ നമുക്ക് വേണം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആപ്പിളിൻ്റെ സബ് ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള സബ് ഡിവിഷനാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൽ ഞാൻ അത്രയും ഡീറ്റെയിൽ, ഇത്രയും ലെവലിലുള്ള ഡീറ്റെയിൽ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഡീറ്റെയിൽ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹയർ എമൗണ്ട് ഓഫ് സബ് ഡിവിഷൻ ആവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ആപ്പിളിന് സബ് ഡിവിഷൻ ആഡ് ചെയ്തിരിക്കുന്നത് 5 ഇറ്ററേഷൻസ് ആണ്. അതേപോലെ തന്നെ സ്റ്റെമ്മിനും സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്, ഹൈ എമൗണ്ടിൽ സബ് ഡിവിഷൻ ഇറ്ററേഷൻ ആഡ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മളുടെ ഷെയ്ഡിങ് ലെവലിലുള്ള പ്രോപ്പർട്ടീസ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ആൻഡ് ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് ഇനിയും കാണണം എന്നാഗ്രഹമുള്ളവർ ഈ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ഫൈനൽ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ദിസ് ഇസ് സ്വാറ്റ് സൈനിങ് ഓഫ്. ബൈ.